നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ക്രിസ്തുമസ്, സ്വർഗത്തിൻ്റെ വാതായനങ്ങൾ ഭൂമിയിലേക്ക് തുറക്കപ്പെട്ട ദിവസം. സ്വർഗസ്ഥ ദൈവത്തിൻ്റെ മനുഷ്യമുഖം വെളിപ്പെട്ട സുദിനമായിരുന്നു അത്. പ്രവാചക വെളിപ്പാടിൻ്റെ വെളിച്ചം മഷിഹായുടെ ആഗമനത്തിനായി ആകാംക്ഷയോടെ കാത്തിരുന്ന ദൈവത്തിൻ്റെ ഹൃദയവിശാലത മനുഷ്യനു മുൻപിൽ ക്രിസ്മസിലൂടെ വെളിക്കപ്പെട്ടപ്പോൾ മനുഷ്യനും അതേ ഹൃദയവിശാലതയോടെ ലോകത്തെ സമീപിക്കുവാൻ ഈ ക്രിസ്മസ് നമ്മെ പ്രേരിപ്പിക്കുന്നു. ക്രിസ്മസിൻ്റെ പൊരുളറിഞ്ഞ് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ക്രിസ്മസ് വഴിയൊരുക്കുവാൻ ഈ ആഘോഷങ്ങൾ അർത്ഥവത്തായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടും ആശംസകളോടും കൂടെ പേരൂർക്കട എബനേസ മാത്തോമ ഇടവകയുടെ 2020 ക്രിസ്മസ് ഗാനസന്ധ്യയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. Next, we have a choir singing the opening hymn Vishwasigale Va, the Malayalam translation of O Come, O Ye Faithful by Francis Wade, followed by the Kauma and the opening prayer by Reverend Jijo Vargas. Vandanam Tare
ആരാധനയ്ക്ക് റെവറൻ CK ടൈറ്റസ് അച്ഛൻ നേതൃത്വം നൽകും. തുടർന്ന് റെവറൻ ജിജോ വർഗീസ് അച്ഛൻ നമ്മെ പ്രാർത്ഥനയിൽ നയിക്കും. നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നീങ്ങ തരണമേ. ഞങ്ങൾ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ട രക്ഷണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഞങ്ങളുടെ നല്ല കർത്താവാം ദൈവമേ, നിന്റെ ജനനത്തിൻ്റെ സന്തോഷം വീണ്ടും ഒരു വർഷം കൂടെ പാടി ഘോഷിപ്പാൻ തക്കോണം, ആ സദ്വർത്തമാനം ഞങ്ങൾക്ക് അറിയിക്കുവാൻ തക്കോണം ലഭിച്ചതായിട്ടുള്ള ഈ വലിയ അവസരത്തിനായിട്ട്, പദവിക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം കരയറ്റുകയാണ്. ഞങ്ങൾക്കൊരു പുതുജീവനും പ്രിയ കർത്താവേ, ഞങ്ങളുടെ എല്ലാവിധമായ പദവികൾ തന്നെ മാറുവാൻ തക്കോണം നിന്റെ ജനനം അവിടുന്ന് കാരണമായി തീർന്ന സുദിനത്തെ ഞങ്ങൾ ഓർക്കുകയാകുന്നല്ലോ. നേരത്തെ ഞങ്ങൾ കൊണ്ടാടിക്കൊണ്ടിരുന്ന അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവങ്ങൾ കൂടെ ഇന്ന് ഞങ്ങൾ കടന്നു പോകുകയാണ്. സന്തോഷമേറിയതായിട്ടുള്ള അനുഭവങ്ങൾ, ഉല്ലാസത്തിൻ്റെയും ജയഘോഷത്തിൻ്റെയും കൂടിവരവിൻ്റെയും അനുഭവങ്ങൾ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെയും ലഭിച്ചുവെങ്കിൽ ഈ വർഷം തീർത്തും വ്യത്യസ്തമായ ഒരു ജനന പെരുന്നാൾ ഞങ്ങൾ കൊണ്ടാടാനായിട്ട് പോകുകയാകുന്നു. പ്രിയ കർത്താവേ, കഴിഞ്ഞ മാർച്ച് മാസം മുതൽ ഈ സമയം വരെ ദേശത്ത് മൊത്തം വ്യാപിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ മഹാമാരി, ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ മഹാമാരി, കർത്താവേ, ഇന്ന് ഇത്തരത്തിലെങ്കിലും ഞങ്ങൾക്കൊന്ന് കൂടി വരുവാൻ തക്കോണം നീ ഒരുക്കി തന്ന സാഹചര്യത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള സമയങ്ങളിലും ഞങ്ങൾക്ക് പ്രത്യാശയുടെ കിരണം നിന്റെ ജനനം അവിടുന്ന് നൽകി തന്നല്ലോ. ആ ഒരു വലിയ ഉറപ്പ്, ആ ഒരു വലിയ വിശ്വാസം, കർത്താവെ, നീ ഞങ്ങൾക്ക് കാണിച്ചതായിട്ടുള്ള ആ ഒരു വലിയ സ്നേഹം, അതിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ നേരിടുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടും ഞങ്ങൾ നേരിടുന്നതായിട്ടുള്ള പ്രയാസങ്ങളെയും തരണം ചെയ്യുവാൻ തക്കോണം അവിടുന്ന് നീ ഇടയാക്കണമേ ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാകുന്നു. ഇന്നത്തെ ഈ കാരൽ സർവീസിനെ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഗായക സംഘത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയാകുന്നു. പ്രിയ കർത്താവെ, ഒരുമിച്ച് ചേർന്ന് വന്ന് പാടുവാനായിട്ട് സാധ്യമായി തീരുന്നില്ല എങ്കിൽ പോലും കർത്താവെ, ലഭിക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ കൂടെ, അവസരങ്ങളിൽ കൂടെ നിന്റെ നാമ മഹിമയ്ക്കായിട്ട് പ്രിയപ്പെട്ടവർക്ക് ഈ ഒരു കാരൽ സർവീസ് ഒരുക്കുവാൻ തക്കോണം ഇടയായി തീർന്ന കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നീ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇന്നത്തെ പാട്ടുകൾ, അതിൻ്റെ സന്ദേശം, അതിൻ്റെ വാക്കുകൾ, അതിൻ്റെ ഈണം, അതൊക്കെയും കർത്താവെ, ഇത് കേൾക്കുന്നതായിട്ടുള്ള, ഇത് ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്പർശിക്കുവാൻ തക്കോണം, ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാൻ തക്കോണം ഇടയായി തീരണമേ ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഞങ്ങൾക്ക് ക്രിസ്മസിൻ്റെ സന്ദേശം നൽകുന്ന ബഹുമാനപ്പെട്ട ഫിലിമോൻ കോശിയച്ചനെ പ്രത്യേകമായിട്ട് നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. പ്രിയ കർത്താവെ, കഴിഞ്ഞ നാളുകളിലെ ശുശ്രൂഷകളെ നീ അവിടുന്ന് അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. ഏറ്റവും അർത്ഥവത്തായ ദൂത് ഞങ്ങൾക്ക് കേൾക്കുവാൻ തക്കോണം നീ അവിടുന്ന് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് എല്ലാ ശുശ്രൂഷകൾക്കും ഞങ്ങൾക്ക് ആവശ്യമായ ആലോചനകളും നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട അച്ഛനെ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട CK ടൈറ്റസ് അച്ഛൻ്റെ കുടുംബമായിട്ടുള്ള ശുശ്രൂഷകൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറെ അനുഗ്രഹമായി തീരുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ ഈ കാരൽ സർവീസിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ
പ്രിയപ്പെട്ട അച്ഛനിൽ കൂടെ നീ ഞങ്ങൾക്ക് നൽകി തന്നതിനായിട്ട് കർത്താവെ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം കരയറ്റുകയാണ്. ഞങ്ങളുടെ ഇടവകയുടെ ചുമതലക്കാർ, ഞങ്ങളുടെ ഇടവകയുടെ കൈസ്ഥാന സമിതി അംഗങ്ങൾ, ജൂനിയർ കോയർ എല്ലാവരെയും നിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ വിവിധ രീതിയിൽ കർത്താവെ ഒത്തിരി സഹായങ്ങൾ നൽകിയതായിട്ടുള്ള പ്രിയപ്പെട്ടവർ, അവർക്കൊക്കെ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം കരയറ്റുകയാണ്. നീ അവരെ ഒരുക്കിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. പ്രത്യേകിച്ച് ഇത് ഞങ്ങൾ സംരക്ഷണം ചെയ്യുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. താല്പര്യപ്പെടുമ്പോൾ കർത്താവെ തടസ്സങ്ങളൊന്നുമില്ലാതെ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ഒരു ശുശ്രൂഷയിൽ ആദ്യം മുതൽ അവസാനം പങ്കുചേരുവാൻ നീ അവിടെ ഇടയാക്കണമേ. നിന്റെ ജനനം ഈ ലോകത്തിന് പുതിയ ഒരു കിരണം നൽകിയതുപോലെ ഈ ഒരു ജനന പെരുന്നാൾ ഞങ്ങൾ കൊണ്ടാടുമ്പോൾ ആത്മാർത്ഥമായിട്ട് പ്രിയ കർത്താവെ ഇന്ന് ഞങ്ങൾ അതിനായിട്ട് കാംക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ അവിടുന്ന് സ്വീകരിക്കുകയും തക്കതായ ഉത്തരം നൽകി ഞങ്ങളുടെ ജീവിതങ്ങളിലും കർത്താവെ അവിടുന്ന് വെളിച്ചത്തിൻ്റെതായിട്ടുള്ള ആ ഒരു അനുഭവം ഉൾക്കൊള്ളുവാൻ തക്കോണം ഇടയാകണമേ. ഇന്നത്തെ ശുശ്രൂഷയിൽ മുൻപോട്ടും നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവിപ്പാൻ ഇടയാകണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കുമാറാകണമേ. Now, I would like to welcome the Vice President of our church, Mr. V.G. Chako, to welcome the gathering. ബഹുമാന്യരായ CK ടൈറ്റസ് അച്ഛൻ, ഫിലിമൺ കോശി അച്ഛൻ, ജിജോ വർഗീസ് അച്ഛൻ, വിശ്വാസികളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. ഏഡനിലെ കുടുംബജീവിതത്തിൽ വന്നുപോയ പിഴവുകൾ മൂലം ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. കഠിനതരമായ വേദനയിൽ നിന്നും മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുന്നതിന് ദൈവത്തിന് ഹിതമായപ്പോൾ തൻ്റെ ഓമനപുത്രൻ്റെ ഈ ലോകത്തിലെ തേജസ്കരണം ലോകത്തെ വിളിച്ചറിയിക്കുന്ന ഈ സുദിനത്തിൽ പ്രവാചകൻ്റെ ധ്വനിയായി നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഈ സന്ദേശം ലോകമെങ്ങും മുഴങ്ങി. ഈ പ്രഭുവിനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. സ്വർഗീയ തേജസ്സിൻ്റെ പൊൻപുലരിയെ പുണരുന്നതിന് ആഗതരായിരിക്കുന്ന വിശ്വാസ സമൂഹത്തിൽ ദൈവത്തിൻ്റെ അഭിഷിക്തനായ CK ടൈറ്റസ് അച്ഛൻ്റെ അധ്യക്ഷപദം ഏറ്റവും അഭികാമ്യമായി കരുതുന്നു. ടൈറ്റസ് അച്ഛൻ എബനേസർ മള്ളി വികാരിയാണ്. ആയതിനാൽ ഒട്ടനവധി മഹത് വചനങ്ങൾ ഉച്ചരിക്കുന്നതിന് കഴിയും. എന്നാൽ 3 കുറിപ്പുകൾ മാത്രം ഉദ്ധരിച്ചുകൊണ്ട് എൻ്റെ കൃത്യത്തിലേക്ക് പ്രവേശിക്കാം. നിയമാനുസൃതമായ കൈകാര്യ കർത്തൃത്വം ഇത്ര സമ്പൂർണമായി നിവർത്തിക്കുന്നവർ CK ടൈറ്റസ് അച്ഛനെ പോലെ അപൂർവമെന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. അച്ഛൻ്റെ ശബ്ദശുദ്ധി ദൈവദാനമാകയാൽ സെലസ്റ്റിയൽ വോയിസ് എന്ന് ഞാൻ കൂട്ടിച്ചേർക്കുന്നതിൽ അതിശയോക്തിയില്ല. ഈ ശബ്ദപ്രസരം കോവിഡ് കാലത്ത് ലോകം മുഴുവൻ കാതോർത്ത് ശ്രദ്ധ വെച്ചവർ അനേകരാണ്. മധുരതരമായ ആരാധന ഇവിടെയും അവിടെയും ഒരുപോലെ പ്രസരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള അറിവ് ഈ ഇടവകയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടായി കരുതുന്നു. അച്ഛൻ്റെ പ്രസംഗപാടവം വചനം ജീവിതവുമായി കോർത്തിണക്കി ചിന്തോദ്ദീപമാക്കി തീർക്കുന്നതിന് അച്ഛൻ്റെ കലാവൈഭവം ഇടവകയുടെ വിലയേറിയ നിക്ഷേപമായി ഞാൻ കരുതുന്നു. അത് ഒരു പ്രഷ്യസ് അസറ്റ് തന്നെയാണ്. അച്ഛനെ ഇടവകയുടെ നാമത്തിൽ ഏറ്റവും ഹൃദ്യമായി ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. ഇന്നത്തെ പ്രധാന കാർമ്മികനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫിലമോൻ അച്ഛൻ, മാർത്തോമാ സഭയിലെ സീനിയർ പട്ടക്കാരൻ. അദ്ദേഹത്തിൻ്റെ വൈദിക വിദ്യാഭ്യാസം ബാംഗ്ലൂർ തിയോളജിക്കൽ സെമിനാരിയിലായിരുന്നു. തുടർന്ന് ഏഴംകുളം ഇടവകയിൽ 3 കൊല്ലവും മുക്കോല സെൻറ് തോമസ് സ്കൂളിൽ 1 കൊല്ലവും സേവനം അനുഷ്ഠിച്ചു. പുരോഗമനപരമായ ചിന്തകൾ യുവാക്കളുടെ ഇടയിൽ പ്രസരിപ്പിച്ചും യുവാക്കളുടെ ജീവിത പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തും നല്ല സേവനം നിവർത്തിച്ചു വരുന്നത് കൂടാതെ വിശ്വാസം, സ്നാനം, വിശുദ്ധ കുർബാന, സഭാചരിത്രം മുതലായ
ചൂടുപിടിച്ച വിഷയങ്ങളിൽ ശ്രദ്ധ വച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാകുന്നു. ദൈവഹിതമെങ്കിൽ സഭയുടെ നേതൃത്വ പദവിയിലേക്ക് ഉയരുന്നതിനുള്ള സാധ്യതകൾ അതിവിദൂരമായിരിക്കാൻ ഇടയില്ല എന്ന് കരുതുന്നു. ഇന്നത്തെ വെള്ളി നക്ഷത്ര സന്ദേശം നമുക്ക് ശ്രദ്ധ വച്ച് കേൾക്കാം. ബഹുമാനപ്പെട്ട കോശിയച്ചന് ഇടവകയുടെ നാമത്തിൽ ഹൃദയപൂർവ്വം സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തതായി ഞങ്ങളുടെ ജിജോ വർഗീസ് അച്ഛനാണ്. അദ്ദേഹം ഞങ്ങളുടെ സഹവികാരി പദത്തിൽ ആയിരിക്കുന്നു. എങ്കിലും വികാരി പദത്തിൽ വിദേശത്ത് ലോകപ്രസിദ്ധനാകേണ്ട വ്യക്തിത്വം ഉള്ള ദേഹമാണ്. കോവിഡ് വന്നത് ഞങ്ങൾക്ക് ഗുണകരമായി. അദ്ദേഹത്തിൻ്റെ പാട്ട്, ആരാധന, വചന ശുശ്രൂഷ ഇത്യാദി സേവനം ആധുനിക സംവിധാനങ്ങളുടെ ഉപയോഗത്തോടുകൂടെ തന്നെ ലോകം അറിഞ്ഞു കഴിഞ്ഞു. നമ്മുടെ സ്മൃതിപഥത്തിൽ എന്നും നിലനിൽക്കത്തക്കവണ്ണം പ്രസന്നതയോടും ഏറിയ ശുഷ്കാന്തിയോടും തികഞ്ഞ പ്രാവീണ്യത്തോടും ഉല്ലസിതരാകുകയും ചെയ്യുന്ന അനുഭവം പരക്കെ പ്രസിദ്ധമാണ്. ബഹുമാനപ്പെട്ട ജിജോ അച്ഛന് ഹൃദ്യമായി സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. കോവിഡിനെ വെല്ലുവിളിച്ചുകൊണ്ട് ത്യാഗമനോഭാവത്തിൽ ആഗതരായിരുന്ന് രക്ഷകനെ പ്രകീർത്തിപ്പാൻ വന്നവരാണ് നമ്മുടെ ഇടവക ജനങ്ങൾ. ഇടവക ജനങ്ങളുടെ കൂട്ടത്തിൽ പ്രത്യേകിച്ച് ചർച്ച് ക്വയർ ഇടവകയുടെ മാറ്റേറിയ സംഘടനയാണ്. ഈ സംഘടന ക്രിസ്മസ് ഗാനാലാപത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് ഏറ്റവും മേത്തരമായ ശുശ്രൂഷ കഴിഞ്ഞ കാലങ്ങളിൽ നിർവഹിച്ചിട്ടുണ്ട്. ഇന്നത്തെ പരിമിതമായ അന്തരീക്ഷത്തിൽ അതിന് വേണ്ട വിധം സാധിച്ചിട്ടില്ല എങ്കിലും അവർ തങ്ങളുടെ പ്രയത്നം ഫലവത്താക്കി തീർത്തു കാണുന്നതിൽ സന്തോഷമുണ്ട്. ഇടവകയുടെ നാമത്തിൽ ചർച്ച് ക്വയറിന് ഹൃദ്യമായി സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. മറ്റു കരോൾ സംഘം, സൺഡേ സ്കൂൾ കുട്ടികൾ, സേവികാ സംഘാംഗങ്ങൾ, കൈസാൻ സമിതി അംഗങ്ങൾ, ഇടവക ജനങ്ങൾ, കുട്ടികൾ, യുവാക്കൾ, മറ്റ് ഇടവകളിൽ നിന്ന് വന്നിട്ടുള്ളവർ, പ്രിയപ്പെട്ടവർ, ശബ്ദമധുരത്തിന് നേതൃത്വം നൽകിയവർ, വെളിച്ചം നിലനിർത്തിയവർ, മറ്റ് സഹായികൾ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. താങ്ക് യു. Now we have a junior choir singing Christmas in My Hometown, a song by Charlie Pride and Paluli Tugia to share the joy of Christmas. There's a white Christmas in my hometown, where the streets and snow is shining bright, and the lights on all the Christmas trees are burning, for old Santa's sure to come this very night. Oh, the Christmas chimes are ringing in the towers, jingle bells can be heard all around, time for all to wait for Santa's coming, 'cause it's Merry Christmas here in my hometown. Paluli Tugia Padina Nerettu Palide Pirannone, Pavangal Pokane Bheedigal Deekane Dharaniyil Adhipadiye.
here in my hometown. ഒന്നാം പാഠം മീഖ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. മീഖ 5:1 മുതൽ 9 വരെ. ഇപ്പോൾ പടക്കൂട്ടങ്ങളുടെ മകളെ, പടക്കൂട്ടമായി കൂടുക, അവൻ നമ്മുടെ നേരെ വാട കോരുന്നു. ഇസ്രായേലിൻ്റെ ന്യായാധിപതിയെ അവർ വടികൊണ്ട് ചെകിടത്ത് അടിക്കുന്നു. നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. അതുകൊണ്ട് പ്രസവിക്കാനുള്ളവൾ പ്രസവിക്കുവോളം അവൻ അവരെ ഏൽപ്പിച്ചു കൊടുക്കും. അവൻ്റെ സഹോദരന്മാരിൽ ശേഷിപ്പുള്ളവർ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ മടങ്ങിവരും. എന്നാൽ അവൻ നിന്നു യഹോവയുടെ ശക്തിയോടും തൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിൻ്റെ മഹിമയോടും കൂടെ മേയിക്കും. അവർ നിർഭയം വസിക്കും. അവൻ അന്നു ഭൂമിയുടെ അറ്റങ്ങളോളം മഹാനാകുമല്ലോ. അവൻ സമാധാനമാകും. അശൂർ നമ്മുടെ ദേശത്തു വന്ന് നമ്മുടെ അരമനകളിൽ ചവിട്ടുമ്പോൾ നാം അവരുടെ നേരെ 7 ഇടയന്മാരെയും 8 മാനുഷ പ്രഭുക്കന്മാരെയും നിർത്തും. അവർ അശൂർ ദേശത്തെയും അതിൻ്റെ പ്രവേശനങ്ങളിൽ വെച്ച് നിമ്രോ ദേശത്തെയും വാൾ കൊണ്ട് പാഴാക്കും. അശൂർ നമ്മുടെ ദേശത്തു വന്ന് നമ്മുടെ അതിരുകളിൽ ചവിട്ടുമ്പോൾ അവൻ നമ്മെ അവരുടെ കയ്യിൽ നിന്നു വിടുവിക്കും. യാക്കോബിൽ ശേഷിപ്പുള്ളവർ പല ജാതികളുടെയും ഇടയിൽ യഹോവയെങ്കിൽ നിന്നുള്ള മഞ്ഞുപോലെയും മനുഷ്യനായി താമസിക്കുകയോ മനുഷ്യപുത്രന്മാർക്കായി കാത്തിരിക്കുകയോ ചെയ്യാതെ പുല്ലിന്മേൽ പെയ്യുന്ന മാരി പോലെയും ആകും. യാക്കോബിൽ ശേഷിപ്പുള്ളവർ ജാതികളുടെ ഇടയിൽ അനേക വംശങ്ങളുടെ ഇടയിൽ തന്നെ കാട്ടുമൃഗങ്ങളിൽ ഒരു സിംഹം പോലെയും ആട്ടിൻകൂട്ടങ്ങളിൽ ഒരു ബാലസിംഹം പോലെയും ആകും. അത് അകത്തു കടന്നാൽ ചവിട്ടി കടിച്ച് കീറിക്കളയും. വിടുവിപ്പാൻ ആരും ഉണ്ടാകയില്ല. നിന്റെ കൈ നിന്റെ വൈരികൾക്കു മീതെ ഉയർന്നിരിക്കും. നിന്റെ സകല ശത്രുക്കളും ഛേദിക്കപ്പെടും. ഇവിടെ 1-ാം പാഠം അവസാനിച്ചിരിക്കുന്നു. ഈ ക്രിസ്മസ് സന്ധ്യയിൽ ഈണം പകരുവാനായി എബനേസർ മാത്തോമ ഗായക സംഘം എത്തുന്നു. പൊന്താരം എന്ന ഗാനത്തിലൂടെ. രചന ശ്രീമതി നിർമ്മല രാജഗോപാൽ. ഈണം പകർന്നിരിക്കുന്നത് ഡോക്ടർ എബ്രഹാം ജോഷുവ. താരം വാനിൽ നീലെ ചിമ്മി പൊന്നിൻ കിരണം, ഈ മഞ്ഞുതീരും രാവിൽ എങ്ങും നിറയും മോദം. പൊൻതാരം വാനിൽ നീലെ ചിമ്മി പൊന്നിൻ കിരണം, ഈ മഞ്ഞുതീരും രാവിൽ എങ്ങും നിറയും മോദം. സൗഭാഗ്യത്തിൽ താരകമുദിച്ചല്ലോ എങ്ങുമേ ഉല്ലാസത്തിനേരം. ആരൂപം ചാരുരൂപം കാണുവാൻ പോരു വേഗം. ആരൂപം ചാ
ചേർന്ന് പാടിടാം ആ ഗീതം സ്നേഹഗീതം നാം ഒന്നായി ചേർന്ന് പാടിടാം പൊൻതാരം വാനിൽ നീളെ ചിമ്മി പൊന്നിൻ കിരണം ഈ മഞ്ഞുതീരും രാവിൽ എങ്ങും നിറയും മോദം പൊൻതാരം വാനിൽ നീളെ ചിമ്മി പൊന്നിൻ കിരണം ഈ മഞ്ഞുതീരും രാവിൽ എങ്ങും നിറയും മോദം Next, I invite Mrs. Suja Thomas to read the second lesson. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠഭാഗം 1 യോഹന്നാൻ 3-ാം അധ്യായം 1 മുതൽ 12 വരെ. 1 യോഹന്നാൻ 3-1 മുതൽ 12 വരെ. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായകൊണ്ട് നമ്മെയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാനായിരിക്കുന്ന പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല. അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. ദൈവത്തിൻ്റെ മക്കൾ ആരെന്നും പിശാചിൻ്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവനാരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് നാം അന്യോന്യം സ്നേഹിക്കണമെന്നല്ലോ ആകുന്നു. കയ്യൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്ന പോലെയല്ല. അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? തൻ്റെ പ്രവൃത്തി ദോഷവും സഹോദരൻ്റേത് നീതിയുള്ളതുകൊണ്ടുമത്രേ. ഇവിടെ രണ്ടാം ഭാഗം അവസാനിച്ചിരിക്കുന്നു. Next, I invite Reverend C.K. Titus to deliver the presidential address. ബഹുമാനപ്പെട്ട ഫിലിമോൻ കോശിയച്ചൻ, ബഹുമാനപ്പെട്ട ജിജോ വർഗീസ് അച്ഛൻ, ഈ ഇടവകയിലെ ഗായക സംഘാംഗങ്ങളെ, ജൂനിയർ കൊയർ മെമ്പേഴ്സ്, ഇടവക കൈസ്ഥാന സമിതി അംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സംഭ്രമചിത്തരായി ഈ ലോകത്തിൽ കഴിഞ്ഞ ജനതയോട് ദൈവം തമ്പുരാൻ പറയുകയാണ്, ഭയപ്പെടേണ്ട. സകലർക്കും സന്തോഷമായി തീരുവാൻ തൻ്റെ പുത്രനെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ച ആ പ്രധാനപ്പെട്ട സംഭവത്തെ 2020 നമ്മൾ അനുസ്മരിക്കുകയാണ്. ലോകം മുഴുവനും ഇന്ന് ജനങ്ങൾ സംഭ്രമചിത്തരായിരിക്കുകയാണ്. എന്ന് ഈ മഹാവ്യാധി നമ്മെ വിട്ടുപോകും, എന്ന് നാം ഇതിൽ നിന്ന് വിമുക്തരാകും എന്നുള്ളത് നമ്മെ എല്ലാവരെയും ഭാരപ്പെടുത്തുന്ന ഒരു ചിന്തയാണ്. ഇതിൻ്റെ മധ്യത്തിലും ഭയപ്പെടേണ്ട എന്നുള്ള ദൈവത്തിൻ്റെ ശബ്ദം ഏറെ പ്രസക്തമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ക്രിസ്തുമസ് ഒരിക്കൽ കൂടെ സമാഗതമായി. റഷ്യൻ എഴുത്തുകാരനായിട്ടുള്ള ദസ്തോവ്സ്കിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നോവലാണ് ക്രൈം ആൻഡ് പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്. ആ പുസ്തകത്തിൽ
യേശു ഒരിക്കൽ കൂടെ ഭൂമിയിലേക്ക് വരുന്നതിനെക്കുറിച്ച് വിവരിക്കുന്ന ഒരു ഭാഗമുണ്ട്. യേശു ആണെന്നറിഞ്ഞിട്ട് ജനങ്ങൾ അദ്ദേഹത്തെ ആഘോഷപൂർവ്വം എതിരേൽക്കുമ്പോൾ പ്രമാണികളും അധികാരികളും പരിഭ്രമിക്കുകയാണ്. അവർ കരുതുന്നു, വീണ്ടും ഒരു വിപ്ലവം ഉണ്ടാകാൻ പോവുകയാണോ? അതുകൊണ്ട് അവർ യേശുവിനെ ഉടനെ തന്നെ അവരെ പിടിച്ച് ജയിലിലടച്ചു. മതദ്രോഹികളെ വിചാരണ ചെയ്യുന്ന ആളാണ് ഇൻക്വിസിറ്റർ എന്ന് പറയുന്നത്. ആ ഇൻക്വിസിറ്റർ യേശുവിനെ ജയിലിൽ സന്ദർശിച്ചിട്ട് യേശുവിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും യേശുവിൻ്റെ മറുപടി ഒരു പുഞ്ചിരി മാത്രം. അവസാനം ഇൻക്വിസിറ്റർ യേശുവിനോട് അപേക്ഷിക്കുകയാണ്, ഒരു കാര്യം ഞങ്ങൾക്കറിയാം, നീ ക്രിസ്തുവാണെന്ന്. എന്നാൽ നിന്നെ ഇവിടെ കാണരുത്, ഞങ്ങളിവിടെ സ്വസ്ഥമായി കഴിയുകയാണ്. നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് താങ്ങാനാവില്ല. നീ കൂടെ ഉണ്ടായിരുന്നാൽ ഞങ്ങൾക്കിങ്ങനെയുള്ള ഒരു ജീവിതം തുടരുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് നീ ഇവിടെ നിന്നും പോയേ തീരൂ. ഇത് കേട്ട് യേശു സൗമ്യമായി ചിരിച്ചു എന്നാണ് നോവലിസ്റ്റ് എഴുതിയിരിക്കുന്നത്. ജയിലിൻ്റെ വാതിൽ മലർക്കെ തുറന്ന് പുറത്തു പോകാനായി അദ്ദേഹത്തോട് ആജ്ഞാപിക്കുകയാണ്. അപ്പോഴും യേശു അചഞ്ചലനായി നിന്നു. ഉടനെ തന്നെ ജയിൽ അധികാരികൾ ബലം പ്രയോഗിച്ച് യേശുവിനെ പുറത്തേക്ക് തള്ളി. യേശു തിരിഞ്ഞ് തന്നെ വെളിയിലേക്ക് തള്ളിയ മനുഷ്യൻ്റെ മൂർധാവിൽ ചുംബിച്ചിട്ട് സാവധാനം നടന്ന് മറയുകയാണ്. തന്നെ തള്ളിക്കളയുന്ന തള്ളി മാറ്റുന്നവൻ്റെ നെറുകയിൽ പോലും ചുംബിച്ചിട്ട് നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരു യേശുവിനെ നമ്മൾ ഒരിക്കൽ കൂടെ ഒന്ന് കാണണം. ഈ ലോകത്തിൻ്റെ ചിത്രമല്ലയോ ഈ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റിൽ ആ എഴുത്തുകാരൻ വളരെ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ജനനത്തെ നമ്മൾ ആഘോഷപൂർവ്വം കൊണ്ടാടുമ്പോൾ യേശു നമ്മോടുകൂടെ ഉണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എൻ്റെ കൂടെ ഉണ്ടോ അതോ ഞാൻ യേശുവിൻ്റെ കൂടെയാണോ? യേശുവിൻ്റെ കൂടെ ആയിരിക്കുന്നത് എനിക്ക് ഏറെ സന്തോഷമാണോ അതോ അതെനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണോ? നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. യേശുവിൻ്റെ കൂടെയാണ് എങ്കിൽ നമ്മുടെ ജീവിതം ഇങ്ങനെയാണോ തുടരേണ്ടത്, ഇങ്ങനെയാണോ നാം ആയിരിക്കേണ്ടത് എന്നും കൂടെ ചിന്തിക്കുന്നത് ഏറെ നല്ലത്. ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളെ കാണുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, യഥാർത്ഥ ക്രിസ്മസ് സംഭവത്തിൽ നിന്ന് എത്രയോ ദൂരെയാണ് ഇന്ന് കാര്യങ്ങൾ നടക്കുന്നത് എന്നത്രേ. ദൈവം ഉദ്ദേശിച്ച ദൈവത്തിൻ്റെ ആ മനസ്സിലുണ്ടായിരുന്ന ചിന്തകളെ മനുഷ്യൻ ശരിയായി മനസ്സിലാക്കിയിട്ടില്ല. യേശുവിൻ്റെ ജന്മദിനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ നടത്തിക്കൂട്ടുന്ന ആഘോഷങ്ങളെല്ലാം തന്നെ ദൈവത്തിൻ്റെ മനസ്സിലെ ചിന്തകളിൽ നിന്ന് വളരെ വിദൂരതയിലാണ് എന്ന് പറയുന്നതിൽ ഒട്ടും തന്നെ അതിശയോക്തിയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ക്രിസ്മസ് ഇവിടെ ആഘോഷിക്കുമ്പോൾ 23-ാം തീയതി നമ്മുടെ ക്രിസ്മസിൻ്റെ ആഘോഷം സംപ്രേഷണം ചെയ്യുമ്പോൾ അത് കാണുന്നവർ, കേൾക്കുന്നവർ, അനുഭവിക്കുന്നവർക്ക് അത് അനുഭവവേദ്യമായി തീരുമോ? ഇതാണ് യഥാർത്ഥ ക്രിസ്മസ്. യഥാർത്ഥ ക്രിസ്മസിൻ്റെ സന്ദേശം ഇതിലൂടെ പങ്കുവയ്ക്കപ്പെടുന്നു എന്ന് ലോകത്തിന് പറയുവാൻ കഴിയുമോ എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഉയരേണ്ട ഒരു വലിയ ചോദ്യം കൂടെയാണ്. ടി.എസ്. എലിയട്ടിൻ്റെ ഒരു കവിത കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജേണി ഓഫ് ദ മാഗി എന്നാണ് അദ്ദേഹത്തിൻ്റെ കവിതയുടെ പേര്. ആ കവിത വളരെ പ്രസിദ്ധമാണ്. അതിൻ്റെ സംഗ്രഹം ഇങ്ങനെയാണ്: വിദ്വാൻമാർ യേശുവിനെ കാണാനായിട്ട് പോവുകയാണ്. ഒരനേക ദൂരം യാത്ര ചെയ്ത് പോകുമ്പോൾ ഒത്തിരിയേറെ കഷ്ടങ്ങൾ, ഒത്തിരിയേറെ പ്രതിസന്ധികൾ, ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം അവർ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ഒടുവിൽ ബേത്ലഹേമിൽ ചെന്നു ശിശുവിനെ കണ്ടു. ആ ശിശുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ, ആ കണ്ണുകളുമായി തങ്ങളുടെ കണ്ണുകൾ ഇടഞ്ഞപ്പോൾ അവരുടെ മനസ്സ് ഒന്ന് പിടഞ്ഞു. ഒരു ചോദ്യം തങ്ങളോട് തന്നെ ചോദിക്കുകയാണ്: ഇവിടെ നടക്കുന്നത് ജനനമാണോ അതോ മരണമാണോ? യേശുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ
ആ കണ്ണുകളുമായി നമ്മുടെ കണ്ണുകൾ ഒന്നിടയുമ്പോൾ ഒരു പിടച്ചിൽ. ഇവിടെ നടക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ജനനമാണോ അതോ ഒരു മരണമാണോ? അതെ, ഈ ശിശുവിൻ്റെ ജനനം, ആ ജനനത്തെ നോക്കുമ്പോൾ അത് എൻ്റെ മരണമാണ്. എൻ്റെ അഹന്ത, എൻ്റെ അഹങ്കാരം, എൻ്റെ സ്വാർത്ഥത, എൻ്റെ പാപത്തിൻ്റെ പ്രവർത്തനങ്ങൾ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ദുസ്വഭാവങ്ങളും കൂടിയുള്ളതായ എൻ്റെ വികൃത ജീവിതത്തിൻ്റെ ഒരു മരണമല്ലേ അവിടെ നടക്കേണ്ടത്? എല്ലാം അവിടെ ഉരുകി തകർന്നില്ലാതെയാകണം. എല്ലാം അവിടെ പൂർണ്ണമായും ദഹിച്ചു തീരണം. എന്നിട്ട് ഈ ശിശുവിൻ്റെ മുമ്പിൽ ഒരു പുതിയ മനുഷ്യനായി ഞാനും ജനിക്കണം. ഒരു റീബർത്തിലേക്കുള്ള യാത്ര എങ്ങനെ കഠിനമാണ്! ഒരു റീബർത്തിലേക്കുള്ള യാത്ര എത്ര പ്രാധാന്യമുള്ളതാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നതായിട്ടുള്ള വളരെ സുന്ദരമായൊരു കവിതയാണ് T.S. എലിയട്ടിൻ്റെ ജേണി ഓഫ് ദ മാഗി. ഇന്നവിടെ കൂടിയിരിക്കുന്നവരും ഇനി ഈ മനോഹരമായിട്ടുള്ള ശുശ്രൂഷയെ കാണുവാനിരിക്കുന്നവരുമായ എല്ലാവരോടും എനിക്കുള്ള ഒരു പ്രധാനപ്പെട്ട ആഗ്രഹം, ഈ കുഞ്ഞിൻ്റെ കണ്ണുകളിലേക്ക് നമുക്കൊന്ന് ശരിയായി നോക്കാം. നമ്മുടെ കണ്ണും ആ കുഞ്ഞിൻ്റെ കണ്ണുകളും തമ്മിൽ ഇടയുമ്പോൾ അത് എൻ്റെ മരണമായി മാറണം. എൻ്റെ സ്വാർത്ഥതയുടെയും എൻ്റെ തന്നിഷ്ടത്തിൻ്റെയും എൻ്റെ അഹങ്കാരത്തിൻ്റെയും എൻ്റെ ജീവിതത്തിൻ്റെ ദുർമാർഗ ജീവിതങ്ങളുടെ എല്ലാം ഒരു മരണമായി അത് മാറണം. ദൈവം ആഗ്രഹിക്കുന്ന ഒരു പുതിയ മനുഷ്യൻ എന്നിൽ ജനിക്കണം. ക്രിസ്തുവിൻ്റെ ജനനം എൻ്റെ ജനനമായി മാറുമ്പോഴാണ് ക്രിസ്മസ് നമുക്കൊരു സദ്വാർത്തയായി മാറുന്നത്. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇപ്രാവശ്യത്തെ ഇടവകയുടെ ക്രിസ്മസ് നിശ്ചയമായും അർത്ഥവത്തായി തീരുവാൻ ഇടയാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. Thank you, Achin. Next, we have our choir singing Joy to the World, a popular Christmas carol with words by Isaac Watts and composed by George Frederick Handel. Joy to the world, the Lord is come. Let earth receive a King. Let every heart prepare Him room. And heaven and nature sing, and heaven and nature sing, and heaven and nature sing. Joy to the earth, the Savior reigns. Let all their songs employ. What fields and floods, rocks, hills and plains, repeat the sounding joy. Repeat the sounding joy. Repeat the sounding joy. He rules the world with truth and grace, and makes the nations grow. The glories of His righteousness, and wonders of His love, and wonders of His love, and wonders of His love. Next, I'm pleased to invite Reverend Philemon Koshi to deliver the message. ത്രിയേക ദൈവത്തിന് സ്തുതി. ഇത്രയും ബഹുമാനവും സ്നേഹവുമുള്ള CK ടൈറ്റസ് അച്ഛൻ, ബഹുമാൻ ഇടവക ഭാരവാഹികളെ, പ്രിയ ദൈവജനമേ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ നാളുകളിലെ പോലെ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ തക്കവണ്ണം
സാധിക്കാതെ ഇരിക്കുന്ന ഈ മഹാമാരിയുടെ കാലത്ത് അവൈലബിളായിരിക്കുന്ന എല്ലാ റിസോഴ്സസും ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായി ഇപ്രകാരം ഒരു ക്രിസ്തുമസ് കരോൾ ഓർഗനൈസ് ചെയ്യുവാൻ സാധിക്കുന്നു എന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നിങ്ങളെല്ലാവരെയും ആദ്യം തന്നെ അഭിനന്ദിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഈ ഒരു ശുശ്രൂഷയിൽ നിങ്ങളോടുകൂടെ ആയിരിക്കാൻ എന്നെയും ക്ഷണിച്ചതിലുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും നിങ്ങളെല്ലാവരോടും അറിയിച്ചു കൊള്ളട്ടെ. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ വന്നത്. പേരൂർക്കട എബനേസർ മാർത്തോമ ഇടവകയുടെ ക്രിസ്മസ് കരോളിൽ പങ്കാളിയാകും ലഭിച്ച ഒരു അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. എന്നാൽ ഒരല്പം മുൻപ് ഭയങ്കര മനപ്രയാസമുണ്ടായി. ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്, ദ ജേർണി ഓഫ് ദ മജായി, ഈ 2 ഉദ്ധരണി ഉപയോഗിച്ചുകൊണ്ട് അച്ഛൻ എനിക്ക് പ്രസംഗിക്കാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ എന്താണ് പ്രസംഗിക്കുക? അതുകൊണ്ട് അച്ഛനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അതിനെ സപ്ലിമെൻ്റ് ചെയ്യുകയല്ലാതെ മറ്റ് യാതൊരു വഴിയുമില്ല. ക്രിസ്മസ് നമുക്ക് എപ്പോഴും സന്തോഷത്തിൻ്റെ, ആഘോഷത്തിൻ്റെ സമയമാണ്. ഇറ്റ്സ് എ സീസൺ ഓഫ് സെലിബ്രേഷൻ. ക്രിസ്തുമസ് എന്ന പദം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പല രീതിയിലുള്ള സന്തോഷകരമായ അനുഭവങ്ങളാണ് ഓടിയെത്തുന്നത്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ക്രിസ്തുമസ് അവധി, നമ്മെ സംബന്ധിച്ചാണെങ്കിൽ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികൾ. ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് യാതൊരു നെഗറ്റീവ് തോട്ട്സും മിക്കവാറും ആരുടെയും മനസ്സിൽ കടന്നു വരാറില്ല. നമ്മൾ സൗകര്യപ്രദമായി അതിനെ കൂടുതൽ ഫ്ലേവേഴ്സ് ആഡ് ചെയ്തുകൊണ്ട് കൂടുതൽ സന്തോഷകരമാക്കി മാറ്റുന്നു. ഒരു ഉദാഹരണം ഞാൻ പറയാം. വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന ഈ ക്രിസ്തുമസ് ട്രീ നിങ്ങൾ കാണുന്നില്ലേ? എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു ഞാൻ സെൻറ് തോമസ് സ്കൂളിൻ്റെ ചാപ്ലിനാണ്. സെൻറ് തോമസ് സ്കൂളിൽ 2 ദിവസം മുൻപ് ഒരു ക്രിസ്മസ് കരോൾ ഉണ്ടായിരുന്നു. അവിടെയും ഒരു ട്രീ അലങ്കരിച്ചു വെച്ചു. ഞാൻ മുൻപിരുന്ന ഇടവകയിലും ട്രീ അലങ്കരിക്കും. ഞാൻ എൻ്റെ വീട്ടിലും ട്രീ അലങ്കരിക്കാറുണ്ട്. എന്നാൽ സത്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ട്രീക്ക് ക്രിസ്തുമസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സാന്താക്ലോസ് എന്ന് പറയുന്ന ആ മനുഷ്യനും ക്രിസ്തുമസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് നമ്മൾ ഈ ട്രീയുടെ മുൻപിൽ എപ്പോഴും ക്രിസ്മസും ചേർത്ത് വിളിക്കും. എന്തിനാണെന്ന് ചോദിച്ചാൽ ടു മേക്ക് ഇറ്റ് മോർ ടേസ്റ്റി, നമ്മുടെ സന്തോഷങ്ങൾക്ക് ആക്കം പകരുന്നതിന് വേണ്ടിയാണ്. യാതൊരു തെറ്റുമില്ല കേട്ടോ. അടുത്ത വർഷവും ഇതിനും മനോഹരമായി ക്രിസ്തുമസ് ട്രീ നിങ്ങൾ അലങ്കരിക്കണം. കാരണം ഇതൊരു മഹാസന്തോഷമാണ്. ഇടയന്മാരോട് മാലാഖ ദൂതൻ വന്ന് പറയുന്നു, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ? ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. നമുക്ക് തീർച്ചയായും ഇത് സന്തോഷത്തിൻ്റെ അനുഭവമാണ്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ സന്തോഷിക്കാമോ അങ്ങനെയൊക്കെ സന്തോഷിക്കണം. പക്ഷേ ഓർക്കുക, സഭ ഇതിനെ ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെയാണ് കാണാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒരു സമയത്ത് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും സന്തോഷകരമായ ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത്, കല്യാണമോ മാമോദീസയോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ബർത്ത്ഡേയോ അങ്ങനെ എന്തെങ്കിലും നടക്കുന്ന സമയത്ത് നിങ്ങൾ ഉപവസിക്കാറുണ്ടോ? എന്നാൽ സഭ ഈ ക്രിസ്തുമസിനെ വരവേൽക്കുന്നത്, സ്വീകരിക്കുന്നത് ഒരു വലിയ നോമ്പോടുകൂടെയാണ്. എന്തായിരിക്കും സഭ അങ്ങനെ ചിന്തിക്കുവാൻ കാരണം? അതിന് കാരണം ഈ സന്തോഷത്തിൻ്റെ പുറകിൽ ഒരു സന്ദേശമുണ്ട് എന്നുള്ള തിരിച്ചറിവാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട അച്ഛനും അത് തന്നെയാണ് പറഞ്ഞത്. ഇതിൻ്റെ പുറകിൽ ഒരു സന്ദേശമുണ്ട്. ഈ ക്രിസ്മസ് ഇവൻ്റ് നമുക്ക്, അല്ലെങ്കിൽ ഈ ക്രിസ്മസ് കാരോൾ സർവീസസ് നമുക്ക് സന്തോഷകരമാണെങ്കിൽ, ഈ ക്രിസ്തുമസ് ഈവൻ്റ്
ഈ ക്രിസ്മസ് ഈവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആർക്കും അത്ര സന്തോഷകരമായ അനുഭവമായിരുന്നില്ല. കഴിഞ്ഞ 6 ആഴ്ചയായി സഭ ഇതിൻ്റെ വിവിധ ധ്യാനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അനൗൺസിയേഷൻ ടു സഖറായ, അനൗൺസിയേഷൻ ടു സെയിൻറ്റ് മേരി, വിസിറ്റേഷൻ ഓഫ് സെയിൻറ്റ് മേരി ടു എലിസബത്ത്, ദ ബർത്ത് ഓഫ് ജോൺ ദി ബാപ്റ്റിസ്റ്റ്, അനൗൺസിയേഷൻ ടു ജോസഫ്, ലാസ്റ്റ് സൺഡേ കർത്താവിൻ്റെ ആഗമനം, അവർ ലോർഡ് ഈസ് കമ്മിങ്. ഇങ്ങനെ സഭ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോരുത്തരെയും കുറിച്ചുള്ള ഒരു ധ്യാനം ക്രമീകരിച്ചിരിക്കുകയായിരുന്നു. സക്രിയാവ് എലിസബത്ത് വാർദ്ധക്യത്തിൽ ഒരു പൈതലിനെ ലഭിക്കുന്നു. എലിസബത്ത് അവിടെ പറയുന്ന ഒരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിലാണ്. മനുഷ്യരുടെ ഇടയിൽ എനിക്കുള്ള നിന്ന നീക്കിക്കളഞ്ഞ ദിവസത്തിൽ അവൻ എന്നോട് ഇങ്ങനെ ചെയ്തു. നിങ്ങൾക്ക് മനുഷ്യരുടെ ഇടയിൽ ഒരു വലിയ നിന്ദയുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു വലിയ മാനം ലഭിച്ചു. യു ആർ ഓണേർഡ്. നിങ്ങൾ എന്തു ചെയ്യും? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ സന്തോഷം, നിങ്ങൾക്കൊരു ഡോക്ടറേറ്റ് ലഭിച്ചു, അല്ലെങ്കിൽ നിങ്ങളെ സമൂഹം ആദരിച്ചു, നിങ്ങൾ എന്തു ചെയ്യും? കഴിയുന്ന എല്ലാ മീഡിയയിലും നമ്മൾ കൊടുത്ത ഇതിനെ ആഘോഷമാക്കത്തില്ലേ? ഫേസ്ബുക്ക് സ്റ്റാറ്റസ് ഇടും, വാട്സാപ്പ് സ്റ്റാറ്റസ് ഇടും. വി പബ്ലിഷ് ഇറ്റ് ഇൻ മെനി വേസ് ആസ് വി ക്യാൻ. പക്ഷേ എലിസബത്ത് എന്താ ചെയ്തതെന്നറിയാമോ? മനുഷ്യരുടെ ഇടയിൽ എനിക്കുള്ള നിന്ന യഹോവ നീക്കിക്കളഞ്ഞ ദിവസത്തിൽ അവൻ എന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് അവൾ 5 മാസം ഒളിച്ചു പാർത്തു. ഷി ഹിഡ് ഹെർസെൽഫ്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരൊറ്റ വാക്യം കൊണ്ട് മനസ്സിലാക്കും എലിസബത്തും സക്രിയാവും കടന്നുപോയ ആ വേദനയേറിയ അനുഭവങ്ങളെ. ഈ ഒരൊറ്റ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഇത് അത്ര സന്തോഷകരമായ അനുഭവമായിരുന്നില്ല എലിസബത്തിനെയും സക്രിയയെയും സംബന്ധിച്ച്. യോഹന്നാൻ സ്നാപകനെ എടുത്താലോ, ഒരു അരിസ്റ്റോക്രാറ്റ് ഫാമിലിയിൽ ജനിച്ച ഒരു യോഹന്നാൻ സ്നാപകൻ, പുരോഹിതന്റെ മകനാണ്. അന്നത്തെ ചട്ടമനുസരിച്ച് പുരോഹിതന്റെ മകൻ പുരോഹിതനാണ്. പുരോഹിതൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ സമൂഹത്തിൽ ഏറ്റവും അധികാര ശ്രേണിയുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരാളാണ്. ഹൈറാർക്കിയുടെ ഏറ്റവും മുകൾ ഭാഗം അലങ്കരിച്ചിരുന്ന ഒരാളാണ്. ഒരു പക്ഷേ രാജാവിനൊപ്പമോ രാജാവിനേക്കാളോ രാജാവിനെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണമോ അധികാരമുള്ള പുരോഹിതൻ. ആ പുരോഹിതന്റെ മകൻ പുരോഹിതനാകുമ്പോൾ ഇതേ സോഷ്യൽ സ്റ്റാറ്റസ് ആ പുരോഹിതനും ലഭിക്കുകയാണ്. പക്ഷേ എല്ലാം വിട്ടുകളഞ്ഞു. ഒരു ഭ്രാന്തനെ പോലെ ഭ്രാന്തമായ വസ്ത്രധാരണ രീതികളോടുകൂടെ അലഞ്ഞ് നടന്ന ഒരു മനുഷ്യൻ, ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറുമിട്ട് വിട്ടുക്കിളിയും കാട്ടുതേനും ഭക്ഷിച്ച് നടന്ന ഒരു മനുഷ്യൻ. അതുകൊണ്ടാണ് യേശുക്രിസ്തു ചോദിക്കുന്നത്, നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിൽ പോയി? മാർദ്ദവസ്ത്രം ധരിച്ച മനുഷ്യനെയോ? അല്ലല്ല, മാർദ്ദവസ്ത്രം ധരിച്ചവർ രാജഗ്രഹങ്ങളിലല്ലയോ ഉള്ളത്. നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിൽ പോയി? ഒരു പ്രവാചകനോ? യെസ്, there is a one who is greater than the prophet. അതുകൊണ്ട് യോഹന്നാൻ സ്നാപകനും അവൻ്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെക്കുകയാണ് ചെയ്തത്. ഒരൊറ്റ ധർമ്മമേ ഉള്ളായിരുന്നു, ഈ കർത്താവിന് വഴിയൊരുക്കണം. വഴി ഒരുക്കി കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി ഡാൻസ് കളിച്ചതോടെ യോഹന്നാൻ സ്നാപകൻ്റെ തലയും പോയി. മറിയെ എടുത്താട്ടെ, കല്ലെറിഞ്ഞ് കൊല്ലുവാൻ തക്കവണ്ണമുള്ള ഒരു തെറ്റാണ് സമൂഹത്തിന് മുൻപിൽ മറിയ ചെയ്യുന്നത്. ഏത് നിമിഷവും വധിക്കപ്പെടാമായിരുന്നു. യോസഫിൻ്റെ ഒക്കെ സഹകരണമുള്ളതുകൊണ്ട് കൊല്ലപ്പെട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. സമൂഹത്തിൽ എന്തുമാത്രം നിന്ദ്യമായ അനുഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുക. ഇത് സാഹിത്യ ഭാഷയിൽ പറയുമ്പോൾ ചിലപ്പോൾ നമുക്കതിൻ്റെ അർത്ഥതലം മനസ്സിലായില്ല എന്ന് വരും. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അങ്ങനെയൊന്നും പറഞ്ഞാൽ ഈ മറിയ കടന്നുപോയ ജീവിതാനുഭവങ്ങളെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടാകുമ്പോൾ നമുക്ക് ആ പെൺകുട്ടിയോടുള്ള വീക്ഷണം എന്താണെന്ന് ചുമ്മാ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതിയാകും. കന്യക മറിയാമിൻ്റെ ജീവിതാനുഭവം മറ്റൊന്നുമായിരുന്നില്ല. യോസഫ് എന്താണ് ചെയ്യേണ്ടുന്നത്? എന്താണ് മുൻപോട്ടുള്ള വഴി? ഇങ്ങനെ ഒരു ദുർഘടനയിൽ പ്രതിസന്ധി ഘട്ടത്തിൽ വന്ന് പെട്ടുപോയല്ലോ. പോട്ടെ, യേശുക്കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ ശേഷം ഈ യോസഫിന്
മനസ്സമാധാനം ഉണ്ടായോ? പിഞ്ച് കുഞ്ഞിനെയും പ്രസവിച്ചു കഴിഞ്ഞ അമ്മയും കൊണ്ട് മിസ്രൈമിലേക്ക് ഓടുകയാണ്. അവിടെ നിന്ന് വീണ്ടും പാലസ്തീനിലേക്ക് വരികയാണ്, നസ്രത്തിലേക്ക് വരികയാണ്. ജീവിതം മുഴുവൻ ദൈവഹിതത്തിന് വേണ്ടി ഹോമിക്കപ്പെട്ട ഒരു മനുഷ്യൻ. ഇതിലെ പ്രധാന ഘടകത്തിലേക്ക് തന്നെ ഇനി നമുക്ക് വരാം. ഞാനിവിടെ വന്നപ്പോൾ എനിക്കൊരു പ്രോഗ്രാം ഷീറ്റ് കിട്ടി. ആ പ്രോഗ്രാം ഷീറ്റിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്, വാട്ട് ചൈൽഡ് ഈസ് ദിസ്. ഇതൊരു ക്യാരോളാണ്, ഒരു ഫേമസ് ക്യാരോളാണ്. വാട്ട് ചൈൽഡ് ഈസ് ദിസ് ഹു ലേ ടു റെസ്റ്റ് ഓൺ മേരീസ് ലാപ്പ് ഈസ് സ്ലീപ്പിംഗ്. ഈ മറിയയുടെ മടിയിൽ കിടക്കുന്ന ഈ കുഞ്ഞ് ആരാണ്? വാട്ട് ചൈൽഡ് ഈസ് ദിസ്. ശരിക്കും ഈ ചൈൽഡ് ആരാന്നറിയാമോ? ശരിക്കും ഈ കുഞ്ഞ് ആരാന്നറിയാമോ? ഞാൻ ആദ്യം പറഞ്ഞ വാക്യം ഇങ്ങനെയാണ്, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. നിങ്ങൾക്കടയാളമോ, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശു. ഈ കീറ്റുശീല എന്നൊക്കെ ഉള്ളത് നമ്മുടെ വേർഷനാണ് കേട്ടോ. ജീർണമായ ഒരാട പൂർണ്ണമല്ലാതെ ചുറ്റി, അതൊക്കെ നമ്മുടെ വേർഷനാണ്. ശീലകൾ ചുറ്റി എന്ന് വേദപുസ്തകത്തിൽ പറയുന്നുള്ളൂ. ഈ ഏതെങ്കിലും ശിശുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ശീല ചുറ്റാത്ത ഏതെങ്കിലും ശിശുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എനി ന്യൂ ബോൺ ബേബി വിത്തൗട്ട് എ ക്ലോത്ത്സ് റാപ്ഡ് ഓൺ ഹിം എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? എല്ലാ കുഞ്ഞിനെയും ശീല ചുറ്റിയാണ് കിടത്തുക. പിന്നെ ഇതിന് മാത്രം എന്താണ് പ്രത്യേകത? നിങ്ങൾക്ക് അടയാളമോ, അവിടെ പോയിട്ട് ഈ ശിശു ഇത് തന്നെയാണെന്ന് എങ്ങനെ ഉറപ്പുവരുത്താൻ അറിയാമോ? ശീല ചുറ്റിയോ ഇല്ലയോ നോക്കണം. എന്താണ് അതിൻ്റെ പ്രത്യേകത? അത് പ്രത്യേകത മനസ്സിലാക്കണമെങ്കിൽ അന്ന് എന്തിനാണ് ശീല ചുറ്റുന്നതെന്ന് മനസ്സിലാക്കണം. ഇത് ഒരു പാലസ്തീൻ ആട്ടിടയരുടെ ഇടയിലുള്ള ഒരു പതിവാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മലബാറിലും അങ്ങനെ ഒരു പതിവുണ്ടായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ നേത്രവാഴ വെക്കുമ്പോൾ, ഏത്തവാഴ വെക്കുമ്പോൾ കുറച്ച് വാഴകൾക്ക് വാഴക്കുല വരുമ്പോൾ ഓരോ പഴത്തേലും അവർ എണ്ണ കൊണ്ട് മസാജ് ചെയ്ത് തുണി ചുറ്റി അവർ വെക്കും. ഇത് പഴുത്തു വരുമ്പോൾ നല്ല ഗോൾഡ് കളറിലുള്ള കാളക്കൊമ്പിൻ്റെ അത്രയുമുള്ള നല്ല ഏത്തയ്ക്ക കിട്ടും. എന്നാൽ ഈ ഏത്തയ്ക്ക അവർ വീട്ടിൽ കൊണ്ടുപോയി കൊച്ചുങ്ങൾക്ക് കൊടുക്കത്തില്ല. ഇതെന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഇതിനെ അവർ വിളിക്കുന്ന പേരാണ് കാഴ്ചക്കുല. ആർക്കെങ്കിലും കാഴ്ച വെക്കാനുള്ള കൊലയാണിത്. നാടുവാഴിക്കോ പ്രമാണികൾക്കോ പള്ളിയിലോ ദേവാലയത്തിലോ പുരോഹിതനോ കാഴ്ച വെക്കാനുള്ള കൊലയാണിത്. അതുപോലെ തന്നെയാണ് പാലസ്തീൻ ആട്ടിടയന്മാർ ചെയ്യുന്നതും. ആടിനെ എണ്ണ കൊണ്ട് മസാജ് ചെയ്ത് ശീലയൊക്കെ ചുറ്റിപ്പൊതിഞ്ഞ് കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ വളർന്ന് വലുതാകുമ്പോൾ വരെ അവരിങ്ങനെ ടേക്ക് സ്പെഷ്യൽ കെയർ. എന്തിനാണെന്നറിയാമോ? ഈ ആടിനെ ദേവാലയത്തിൽ കൊണ്ടുപോകാനുള്ളതാണ്, അറക്കാൻ വേണ്ടിയുള്ളതാണ്. What child is this? This child is there to die. This birth, the very purpose of this birth is death. ചാകാൻ വേണ്ടി വന്നതാണ്, വേറെ ഒരു പർപ്പസുമില്ല. ഈ ബേത്ലഹേം അവിടെ നിന്ന് ഈ ഫുട് പ്രിൻസ് പിന്തുടർന്ന് പോയാൽ ചെന്നെത്തുന്നത് കാൽവറിയിലല്ലാതെ വേറെ എങ്ങുമല്ല. തൊട്ട് ക്രൂശോളം നോക്കിക്കാൺ. ക്രൈസ്തവരെ വന്ദനയ്ക്കുണറി എന്നൊരു പാട്ട്, 115 പാട്ട്, അതിലുള്ള വാക്കാണ് തൊട്ട് ക്രൂശോളം നോക്കിക്കാൺ. നമ്മൾ തൊട്ടി മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ആഘോഷം, അല്ലെങ്കിൽ ക്രിസ്തു ഇല്ലാത്ത ആഘോഷങ്ങൾ നടന്നു പോകുന്നത്. 25-ാം തീയതി കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ പത്രം നോക്കണം നിങ്ങൾ. കോവിഡ് മഹാമാരിയെ അവഗണിച്ചുകൊണ്ട് ബിവറേജസ് കോർപ്പറേഷൻ റെക്കോർഡ് വിൽപ്പന നേടിയിരിക്കുന്നു. ക്രൂശിനെ കാണുവാൻ സാധിക്കാതെ പോകുമ്പോഴാണ് ഇങ്ങനെ ആഘോഷങ്ങൾ ഉണ്ടാകുന്നത്. ഒരാളെ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട്, മറ്റാരുമല്ല ബട്ട് റാദർ ദ ഗോഡ് ദ ഫാദർ ഹിംസെൽഫ്. പിതാവായ ദൈവത്തെക്കുറിച്ച് തന്നെയാണ്. എപ്പോഴാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്? 2000 കൊല്ലങ്ങൾക്ക് മുൻപാണ് എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ വെളിപാട് പുസ്തകം 13-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് തിരിച്ചു നോക്കണം.
വെളിപാട് പുസ്തകം 13-ാം അധ്യായം 8-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട്. The lamb slaughtered even from the very beginning of the world. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട്. അതുകൊണ്ടാണ് ചില പണ്ഡിതർ പറയുന്നത്, the cross was not happened on the top of Calvary, but rather the cross was in the heart of the Father. മനുഷ്യനെ ഉണ്ടാക്കുമ്പോൾ തന്നെ ഈ ദൈവത്തിനറിയാം തെറ്റിപ്പോകുമെന്നും എൻ്റെ പുത്രനെ കൊടുത്താൽ മാത്രമേ, എൻ്റെ പുത്രനെ കൊലയ്ക്ക് കൊടുത്താൽ മാത്രമേ ഈ മനുഷ്യനെ വീണ്ടെടുക്കാൻ പറ്റുകയുള്ളൂ. ഒരു ചെറിയ നെഞ്ചുവേദന ആർക്കെങ്കിലും ഉണ്ടായെന്ന് വെക്കുക, പോട്ടെ, നിങ്ങൾക്ക് നെഞ്ചുവേദന ഉണ്ടായെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സങ്കടമാകും. അതുകൊണ്ട് എനിക്കൊരു നെഞ്ചുവേദന ഉണ്ടായെന്ന് വെക്കുക. ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു പോക്കാണ് കാര്യം, 3 മാസം കൂടെ ഉള്ളൂ. ആ 3 മാസം എങ്ങനെ ഇരിക്കും? അതുതന്നെയായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള അവസ്ഥ. പിതാവിൻ്റെ അവസ്ഥയും ഇങ്ങനെയാണ്. അയ്യോ പിതാവേ പിതാവേ, എൻ്റെ ദൈവമേ, എൻ്റെ എലോഹി എലോഹിയിൽ മെമ്മ ശബക്താനി എന്ന് നിലവിളിക്കുമ്പോൾ, സ്വന്തമായ ഏകപുത്രൻ നിലവിളിക്കുമ്പോൾ, ക്രൂശിൽ കിടന്ന് നിലവിളിക്കുമ്പോൾ മുഖം മറച്ച് കളയാൻ എത്ര ക്രൂരനായൊരു പിതാവിന് പോലും സാധിക്കത്തില്ല. ബട്ട് ഈ പിതാവ് ചെയ്തു. The cross was not on the top of Calvary, but rather it happened in the heart of the Father. പിതാവിൻ്റെ ഹൃദയത്തിലായിരുന്നു കുരിശുണ്ടായിരുന്നത്. എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം ഇങ്ങനെ സംഭവിച്ചതെന്നറിയാമോ? എന്തിനു വേണ്ടിയാണ് സക്രിയാവ്, എലിസബeth, യോഹന്നാൻ സ്നാപകൻ, കന്യക മറിയാം, യോസഫ് പിതാവ്, ഒരു മനോഹരമായ ഒരു പെരുന്നാളിൻ്റെ ഒരു ദിവസമുണ്ട് കേട്ടോ, നിർമ്മല ശിശുക്കളുടെ ദിവസം എന്നാണ് പറയുന്നത്. ജനുവരി മാസം തുടക്കത്തിലപ്പോഴാണ്, ഞാൻ ഡേറ്റ് മറന്നുപോയി. നിർമ്മല ശിശുക്കളുടെ ദിവസം. ഒന്നും അറിയാത്ത 2 വയസ്സിനുള്ളിൽ താഴെയുള്ള എത്രയോ കുഞ്ഞുങ്ങളാണ് കൊല്ലപ്പെട്ടതെന്നറിയാമോ? ഇവരൊക്കെ എന്തിനു വേണ്ടിയാണ് കൊല്ലപ്പെട്ടത്? ഇവരൊക്കെ എന്തിനു വേണ്ടിയാണ് ഇത്രയും പീഡനം സഹിച്ചത്? ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ്, ദൈവഹിതം നടപ്പാകുന്നത്. ദൈവത്തിൻ്റെ രക്ഷണ്യ പദ്ധതി, ദ സാൽവിഫിക് ആക്ട്, അത് നടപ്പാകണം. ദൈവഹിതം നടപ്പാകല്ലാതെ മറ്റൊരു ലക്ഷ്യവും ഇവർക്കാർക്കും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഓരോ ക്രിസ്മസ് കാലയളവും എന്നെയും ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവഹിതം എന്താണ് എന്ന് മനസ്സിലാക്കി ജീവിച്ചു കൊള്ളണം. ഒരു വലിയ രക്ഷണ്യ പദ്ധതിയുടെ ഭാഗമാകാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ സാൽവിഫിക് ആക്ടിൻ്റെ ഭാഗമാകാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻവിറ്റേഷൻ ഇസ് ഓപ്പൺ. 50-ാം സങ്കീർത്തനം ഇങ്ങനെയാണ് തുടങ്ങുന്നത്, ദൈവം യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ ഞാൻ ഭൂമിയെ വിളിക്കുന്നു. ദ ഇൻവിറ്റേഷൻ ഇസ് സ്റ്റിൽ ഓപ്പൺ. ദൈവഹിതം മനസ്സിലാക്കി അതിൻ പ്രകാരം ജീവിക്കുവാനുള്ള ഒരേ ഒരു ചുമതലയാണ് ഈ ക്രിസ്തുമസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആഘോഷങ്ങൾ തീർച്ചയായും വേണം, നമുക്ക് ഒരു രക്ഷകൻ പിറന്ന ദിവസമാണ്. എന്നാൽ ഈ ആഘോഷങ്ങളുടെ നിറപ്പകിട്ടിൻ്റെ ഇടയിൽ ഈ സന്ദേശം മറന്നു പോകരുത്. എന്തിനു വേണ്ടിയാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് കർത്താവ് വന്നത് എന്ന സന്ദേശം മറന്നു പോകരുത്. കഴിഞ്ഞ ക്രിസ്തുമസ് ആഘോഷിച്ചതിനേക്കാളും ഈ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? പോട്ടെ, കഴിഞ്ഞ വർഷം അങ്ങനെ ചിന്തിച്ചിട്ടില്ല എങ്കിൽ ഇനി നമുക്ക് ചിന്തിക്കാം. ഈ വർഷം ക്രിസ്തുമസ് ആഘോഷിച്ചു. ഡിസംബർ മാസം 23-ാം തീയതി ക്രിസ്മസ് കാരോൾ സർവീസും ഡിസംബർ മാസം 25-ാം തീയതി രാവിലെ വിശുദ്ധ കുർബാനയും കഴിഞ്ഞിട്ട് കോഴിയേം തല്ലിക്കൊന്ന് കഴിച്ചിട്ട് നമ്മുടെ ക്രിസ്മസ് അവസാനിപ്പിച്ച് കളയുമോ? അതോ അടുത്ത ക്രിസ്മസിനുള്ളിൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യമായ മാറ്റം സംഭവിക്കും? എൻ്റെ ക്രിസ്തുമസ്, ഓരോ ക്രിസ്മസുകളും എന്നെ വെല്ലുവിളിക്കുകയാണ്, ക്രിസ്തുവിനെ പോലെ ജീവിക്കുക. ഐസ് ബക്കറ്റ് ചലഞ്ച് എന്ന് കേട്ടിട്ടുണ്ടോ? നല്ല തണുപ്പുള്ള ഐസ് ക്യൂബ്സ് നിറഞ്ഞ വെള്ളം ഒരു വലിയ ബക്കറ്റിലോ കൊച്ചു ടബിലോ ഒക്കെ എടുത്ത് തലകീഴായിട്ട് കമത്തണം. ഐസ് ബക്കറ്റ് ചലഞ്ച് എന്നാണ് പറയുക. എന്നിട്ട് അത് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യണം, ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യണം. ഈ ലോക്ക്ഡൗൺ കാലയളവിൽ എല്ലാവരും വീട്ടിലിരിക്കുമ്പോൾ ഫേസ്ബുക്കിൽ ധാരാളം ചലഞ്ചസ് തുടങ്ങി. കപ്പിൾ ചലഞ്ച്, 10 years ചലഞ്ച്, 14 years ചലഞ്ച്, പെറ്റ് ചലഞ്ച്, സ്മൈൽ ചലഞ്ച്. 40 വർഷം മുൻപുള്ള ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും എടുത്ത് പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പങ്കാളിയുമായി ചേർന്നുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്യുക. അങ്ങനെ ധാരാളം ചലഞ്ചസ് ഉണ്ട്. ആൻഡ് ലെറ്റ് മീ ഇൻവൈറ്റ് യു ഫോർ അനദർ ചലഞ്ച്, ബി ലൈക്ക് ക്രൈസ്റ്റ് ചലഞ്ച്. അടുത്ത ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ
ഒന്ന് ചിന്തിച്ചു നോക്കണം. ഏതെങ്കിലും രീതിയിൽ ക്രിസ്തുവിൻ്റെ ഈ ഒരു വ്യക്തിത്വത്തോട്, ആളത്വത്തോട്, പേഴ്സണാലിറ്റിയോട് ഏതെങ്കിലും രീതിയിൽ എനിക്ക് കൂടുതൽ അടുക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? എൻ്റെ ക്രിസ്തുമസ് ആഘോഷങ്ങൾ കൊണ്ട്, എൻ്റെ ക്രിസ്തുമസ് കാരോൾ കൊണ്ട്, എൻ്റെ ക്രിസ്തുമസ് ധ്യാനങ്ങൾ കൊണ്ട്. അതുകൊണ്ടാണ് സഭ നോറ്റ് ഇതിനെ വരവേൽക്കുന്നത്. ഒരു വലിയ ധ്യാനമാണ് കഴിക്കുന്നത്. ഒരു വലിയ ചിന്തയിൽ കൂടെയാണ് സഭ കടന്നു പോകുന്നത്. എങ്ങനെ ക്രിസ്തുവിനെ പോലെ ജീവിക്കാം, ക്രിസ്തു ജീവിച്ചതുപോലെ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി എങ്ങനെ ജീവിക്കാം, മറ്റുള്ളവരെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി എങ്ങനെ ജീവിക്കാം, മറ്റുള്ളവർക്ക്. അതുകൊണ്ടാണ് ഡീട്രിച്ച് ബോൺഹോഫർ എന്ന് പറയുന്ന ജർമ്മൻ ദൈവശാസ്ത്രജ്ഞൻ ക്രിസ്തുവിനെ ഡിഫൈൻ ചെയ്തത് ക്രൈസ്റ്റ് ഈസ് എ മാൻ ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യൻ. അതുകൊണ്ട് ഈ ക്രിസ്തുമസ് കാലയളവ് എന്നെയും നിങ്ങളെയും വെല്ലുവിളിക്കുകയാണ്. ബി ലൈക്ക് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ പോലെയായി തീരുക. വാട്ട് ചൈൽഡ് ഈസ് ദിസ്? എന്തൊരു കുഞ്ഞാണിത്. ഈ കുഞ്ഞിനെ പോലെയായി തീരാൻ എനിക്ക് സാധിക്കുമോ? തൊട്ട് ക്രൂശോളം നോക്കിക്കാണുവാൻ തക്കണം സാധിക്കുമോ? അതോ ഈ തൊട്ടി കൊണ്ട് പൈതലാം യേശുവിനെ ഉമ്മ വെച്ച് ഉറക്കിയിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോകുമോ? ചിന്തിക്കണം. ഒരു വലിയ ചലഞ്ച് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കട്ടെ. ഈ ശുശ്രൂഷയിലേക്ക് എന്നെയും ക്ഷണിച്ച, എന്നെയും പങ്കെടുപ്പിച്ച നിങ്ങളെല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ക്രിസ്തുവിനെ പോലെ ജീവിക്കുവാൻ തക്കണം ഒരു വർഷം കൂടെ ക്രിസ്തു നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ തക്കണം നമുക്കും ഒരുങ്ങാം. നമ്മുടെ ജീവിതങ്ങളെ അതിനുവേണ്ടി ഒരുക്കാം. സർവശക്തനായ ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാവട്ടെ. Thank you, Achin, for that wonderful message. Next, we have our choir performing Agannu Pogumbolum, a song known for its classical touch in its rhythm and music. The song has been beautifully written and composed by Mr. Vinod T. Jacob. അകന്നു പോകുമ്പോഴും പിന്തുടർന്നെന്നെ തൻ അരികെ അണയ്ക്കുന്ന സ്നേഹം. അകന്നു പോകുമ്പോഴും പിന്തുടർന്നെന്നെ തൻ അരികെ അണയ്ക്കുന്ന സ്നേഹം. സ്നേഹം വചനം ജഡമായി അവതരണം ചെയ്തൊരു അകന്നു പോകുമ്പോഴും പിന്തുടർന്നെന്നെ തൻ അരികെ അണയ്ക്കുന്ന സ്നേഹം. അകന്നു പോകുമ്പോഴും പിന്തുടർന്നെന്നെ തൻ അരികെ അണയ്ക്കുന്ന സ്നേഹം. പാപപങ്കിലമാകും മാനവഹൃദയം പാവനമാക്കുവാൻ പിതാവിനു ഹിതമായി. പാപപങ്കിലമാകും മാനവഹൃദയം പാവനമാക്കുവാൻ പിതാവിനു ഹിതമായി. മനുഷ്യനോടു കൂടെ ദൈവത്തിൻ കൂടാരം മനുഷ്യനോടു കൂടെ ദൈവത്തിൻ കൂടാരം സകലം സുഗതം സുഗതം സുജലം സുരുചിര സുരഭില സുമധുര ശുഭസുദിനം. അകന്നു പോകുമ്പോഴും പിന്തുടർന്നെന്നെ തൻ അരികെ അണയ്ക്കുന്ന
സ്നേഹം. അകന്നു പോകുമ്പോഴും പിന്തുടർന്നെന്നെ തൻ വഴിയെ അണയ്ക്കുന്ന സ്നേഹം. മധ്യരക്ഷകൻ നീ തന്നെ ശരണം, മൃത്യുമോചകൻ നീ തന്നെ ശരണം. പാപനാശകര വംശപാലക ശ്രീയേശു പാഹി മാം, ശ്രീയേശു പാഹി മാം. അഖിലാണ്ടമഖിലവും അലിവോടു പടച്ചവൻ, അവനിൽ നരനായി നാരിൽ ഉരുവായി. അഖിലാണ്ടമഖിലവും അലിവോടു പടച്ചവൻ, അവനിൽ നരനായി നാരിൽ ഉരുവായി. തലമുറ കാത്തിരുന്ന ദൈവത്തിൻ വാഗ്ദാനം. ദുംത ദുംത ധന 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 ദുംത ദുംത ധന 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 ധനം. തലമുറ കാത്തിരുന്ന ദൈവത്തിൻ വാഗ്ദാനം. വരവായി നിറവായി കനിവിൻ വരമായി അലങ്കണമൊഴുകുന്ന അസുലഭ ശുഭസുദിനം. അകന്നു പോകുമ്പോഴും പിന്തുടർന്നെന്നെ തൻ വഴിയെ അണയ്ക്കുന്ന സ്നേഹം. അകന്നു പോകുമ്പോഴും പിന്തുടർന്നെന്നെ തൻ വഴിയെ അണയ്ക്കുന്ന സ്നേഹം. സരിഗരിഗ പാദ പനി പനിസ ഗരി സാരി സനി സനി പാനി പദ സരി നിഗ ഗ പനി നിസ സരി നിഗ ഗ പനി നിസ ഗരി 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 സനി രി സരി സരി സനി പ സരി നിഗ ഗ പനി നിഗ ഗ പനി നി ഗരി സരി പനി സരി സ ഗരി സരി പനി സരി സ ഗരി സരി പനി സരി. ഇത് അതിരുകളില്ലാത്ത സ്നേഹം. Now, we have our youth members on stage with some all-time vibrant Christmas carols. അത്ഭുതം കേൾ ദേശീയരേ, അത്ഭുതം കേൾ ദേശീയരേ. ക്രിസ്തു ദേവൻ അവതാരം ചെയ്തു, ഹല്ലേലൂയ. ക്രിസ്തു ദേവൻ അവതാരം ചെയ്തു, ഹല്ലേലൂയ. ദാവീദിന്റെ പട്ടണത്തിൽ ദേശീയരേ, ദാവീദിന്റെ പട്ടണത്തിൽ ദേശീയരേ. ക്രിസ്തു ദേവൻ അവതാരം ചെയ്തു, ഹല്ലേലൂയ. ക്രിസ്തു ദേവൻ അവതാരം ചെയ്തു, ഹല്ലേലൂയ. ആട്ടിടയരാം ഞങ്ങൾക്കു ദേശീയരേ, ആട്ടിടയരാം ഞങ്ങൾക്കു ദേശീയരേ. സ്വർഗക്കൂട്ടമെല്ലാം കാണപ്പെട്ടു, ഹല്ലേലൂയ. സ്വർഗക്കൂട്ടമെല്ലാം കാണപ്പെട്ടു, ഹല്ലേലൂയ. ഉന്നതത്തിൽ ദൈവത്തിനു ദേശീയരേ, ഉന്നതത്തിൽ ദൈവത്തിനു ദേശീയരേ. എന്നും കല്യമോദം പാടിടുന്നു, ഹല്ലേലൂയ. എന്നും കല്യമോദം പാടിടുന്നു, ഹല്ലേലൂയ.
യേശുരാജനെ നാമിച്ചിടുന്നു ഹല്ലേലൂയ. പൊന്നുമുരു കുന്തിരിക്കം ദേശീയരെ, പൊന്നുമുരു കുന്തിരിക്കം ദേശീയരെ, വിദ്വർഗണം കാഴ്ച വെച്ചു ഹല്ലേലൂയ. വിദ്വർഗണം കാഴ്ച വെച്ചു ഹല്ലേലൂയ. അത്ഭുതം കേൾ ദേശീയരെ, അത്ഭുതം കേൾ ദേശീയരെ, ക്രിസ്തുദേവൻ അവതാരം ചെയ്തു ഹല്ലേലൂയ. ക്രിസ്തുദേവൻ അവതാരം ചെയ്തു ഹല്ലേലൂയ. കണ്ണും കണ്ണും കാത്തിരുന്നു കണ്ണിലൊരു പൈതലിനായി, കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കണ്ണും 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 കാത്തിരുന്നു കണ്ണിലൊരു പൈതലിനായി, കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ആകാശവീതിയിൽ മാലാഖമാരവർ സ്നേഹത്തിൻ നിറകുടമായി താരാട്ടുപാടി ഉറക്കിടുവാനായി അകതാര് നിറച്ചിടുന്നു. ഓ ആകാശവീതിയിൽ മാലാഖമാരവർ സ്നേഹത്തിൻ നിറകുടമായി താരാട്ടുപാടി ഉറക്കിടുവാനായി അകതാര് നിറച്ചിടുന്നു. എത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ രാവിൽ പാടി സ്തുതിക്കാം. എത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ രാവിൽ പാടി സ്തുതിക്കാം. കണ്ണും 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 കാത്തിരുന്നു കണ്ണിലൊരു പൈതലിനായി, കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. പുൽത്തൊഴുത്തിൽ യേശു പിറന്നു, അമ്പലത്തിൽ താരമുണർന്നു. പുൽത്തൊഴുത്തിൽ യേശു പിറന്നു, അമ്പലത്തിൽ താരമുണർന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വെണ്ണേ നദിവനായി ദേവനയനായി പിറന്നുവല്ലോ, ദേവനയനായി പിറന്നുവല്ലോ. മേൽവലഹേമിലെ കാലിത്തൊഴുത്തിൽ ജാതനായി രാജൻ, മേൽവലഹേമിലെ കാലിത്തൊഴുത്തിൽ ജാതനായി രാജൻ. പുൽത്തൊഴുത്തിൽ യേശു പിറന്നു, അമ്പലത്തിൽ താരമുണർന്നു. പുൽത്തൊഴുത്തിൽ യേശു പിറന്നു, അമ്പലത്തിൽ താരമുണർന്നു. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആദ്യത്തെ അവൻ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്നിങ്ങനെ പേര് വിളിക്കപ്പെടും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ക്ഷേപ്രാക്ഷരം ദൂതരംഗാകാശം, ക്ഷേപ്രാക്ഷരം ദൂതരംഗാകാശം, പാട്ടുകൾ പാടിടുന്നു ജയമോടെ, പാട്ടുകൾ പാടിടുന്നു ജയമോടെ. സംഭ്രമായി സംഗമിക്കും തിങ്കളായി, സംഭ്രമായി സംഗമിക്കും തിങ്കളായി, നസറായൻ പശുക്കൂട്ടിൽ പിറന്നോനെ, നസറായൻ പശുക്കൂട്ടിൽ പിറന്നോനെ. ആട്ടിടയാർ കൂട്ടവും താനെ, ആട്ടിടയാർ കൂട്ടവും താനെ, കാട്ടിയ വെളിച്ചവും കണ്ടുടനുടനെ, കാട്ടിയ വെളിച്ചവും കണ്ടുടനുടനെ. സത്താമയിലുകൾ കുയിലുകളാകാശത്തിൽ, സത്താമയിലുകൾ കുയിലുകളാകാശത്തിൽ, പാട്ടുകൾ പാടിടുന്നു ജയമോടെ, പാട്ടുകൾ പാടിടുന്നു ജയമോടെ. ക്ഷേപ്രാക്ഷരം ദൂതരംഗാകാശത്തിൽ, ക്ഷേപ്രാക്ഷരം ദൂതരംഗാകാശത്തിൽ, പാട്ടുകൾ പാടിടുന്നു ജയമോടെ.
What child is this? The theme of this year's carol service is a classical Christmas carol that's a staple of many holiday playlists. It focuses on the major event from the Christmas story, the shepherds coming to visit the newborn baby. Let me invite Perurkada Ebenezer Marsuma Choir to perform this song, beautifully composed and penned down by William Chatterton Diggs. What child is this who laid to rest on Mary's lap is sleeping, whom angels greet with anthems sweet, while shepherds watch are keeping? This is Christ the King, whom shepherds guard and angels sing. Haste, haste to bring him, Lord, the babe, the Son of Mary. Why lies he in such mean estate, where ox and ass are feeding? Good Christian, fear for sinners here, the silent word is pleading. This is Christ the King, whom shepherds guard and angels sing. Haste, haste to bring him, Lord, the babe, the Son of Mary. So bring him incense, gold and myrrh, compassion King, to own him, the King of Kings, salvation brings. Let loving heart enthrone him. This is Christ the King, whom shepherds guard and angels sing. Haste, haste to bring him, Lord, the babe, the Son of Mary. Now I welcome the Secretary of our church, Mr. P.B. Uman, to deliver the word of thanks. ബഹുമാനപ്പെട്ട സി കെ ടൈറ്റസ് അച്ഛൻ, ബഹുമാനപ്പെട്ട ജിജോ വർഗീസ് അച്ഛൻ, ബഹുമാനപ്പെട്ട ഫിലിമൻ കോശി അച്ഛൻ, പള്ളിയിൽ സന്നിഹിതരായിരിക്കുന്ന ഇടവജനങ്ങളെ, ഈ പ്രോഗ്രാം ഓൺലൈനായി കാണുന്ന ഭവനങ്ങളിലിരിക്കുന്ന പ്രിയപ്പെട്ട ഇടവജനങ്ങളെ, കൂടിയിരിക്കുന്ന ഏവരുമേ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈയൊരവസരം ദൈവം നമുക്ക് ദാനമായി തന്നതോർത്ത് ദൈവത്തെ ആദ്യമായി സ്തുതിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
ഇത് പറയുമ്പോൾ വളരെയേറെ വേദനയും വിഷമവും ഒക്കെ ഇടകലർന്ന് നമ്മളുടെ മനസ്സിലൂടെ കടന്നുപോയ നിമിഷങ്ങളും ദിവസങ്ങളും ഇപ്പോഴും ആകുല ചിന്തയിലായിരിക്കുന്ന ചിന്തയും ഒന്നും മറന്നല്ല ഞാൻ സംസാരിക്കുന്നത്. ഈ മഹാവ്യാധി വീണ്ടും പെരുകി വരുന്നതായ വാർത്തകളാണ് ദിനംതോറും കേൾക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ ഇത് വീണ്ടും വന്നു കഴിഞ്ഞു. ബ്രിട്ടനിലുമൊക്കെ ഇത് അതികഠിനമായ രീതിയിൽ വന്നിരിക്കുന്നു. ഇന്ന് ഞാൻ കണ്ട ഒരു വാർത്തയിൽ വിമാനങ്ങൾ നിർത്തിവച്ചിരിക്കുന്നു. അത്രമാത്രം ഭയാനകമായ ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ദൈവത്തോടുള്ള പ്രാർത്ഥന അത് ഒരു കാലത്തും അവസാനിപ്പിക്കാൻ പാടില്ല. മതിമറന്ന് സന്തോഷിക്കാൻ പാടില്ല. ഇത്രയെങ്കിലും ഒത്തുകൂടുവാൻ നമുക്ക് ലഭിച്ച ദൈവം തന്ന അവസരത്തിനായി നന്ദി കരയേറ്റുന്നു. ഇന്ന് ഈ തരത്തിൽ ക്രിസ്മസ് കരോൾ കർത്താവിൻ്റെ ജനനം ആഘോഷിക്കുവാൻ ലഭിച്ചത് ഒരു നല്ല ഭാഗ്യമായി നമ്മൾ കരുതുന്നു. ഓൺലൈനായും പ്രോഗ്രാമുകൾ തയ്യാറാക്കുവാനും ഒക്കെ അവസരം ലഭിച്ചു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് നമ്മളുടെ ഈ പ്രോഗ്രാമിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട CK ടൈറ്റസ് അച്ഛനാണ്. ഒരു ഇടവക വികാരി എന്ന നിലയിൽ പ്രിയപ്പെട്ട ടൈറ്റസ് അച്ഛൻ്റെ നേതൃത്വം എടുത്തു പറയത്തക്കതാണ്. പ്രത്യേകിച്ച് അച്ഛൻ്റെ മെസ്സേജിൽ അച്ഛൻ എപ്പോഴും എടുത്തു പറയുന്നത് ഭയപ്പെടേണ്ട, ക്രിസ്മസ് കാലയളവിൽ ദൈവദൂതൻ പറയുന്നത് പോലെ ഭയപ്പെടേണ്ട. ഇത് അച്ഛൻ്റെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലുള്ള പ്രാർത്ഥനകളിലും ഒക്കെയുള്ള പ്രസംഗങ്ങളിലും ഒക്കെ നമ്മോട് പറയുന്നതാണ്. ഇന്നും അച്ഛൻ അത് നമ്മോട് തുടക്കത്തിൽ പറഞ്ഞു. അപ്പോൾ ഭയപ്പെടാതെ ഈ കാലഘട്ടത്തെ അതിജീവിക്കുവാനുള്ള ആഹ്വാനമാണ് ബഹുമാനപ്പെട്ട ടൈറ്റസ് അച്ഛൻ നൽകിയത്. മാത്രമല്ല, ഏതാണ്ട് 10 മാസക്കാലം ആയി ഒന്നു നേരെ ചൊവ്വേ പള്ളിയിൽ വരുവാനോ മറ്റുള്ളവരുമായി സംസാരിക്കുവാനോ ഒന്നും പറ്റാത്ത, മുഖം മറച്ചുകൊണ്ട് പള്ളിയിൽ വരുന്ന ഒരവസ്ഥ, ആളുകളെ നേരിടുന്ന അവസ്ഥ, ഈ അവസരങ്ങളിലൊക്കെ നമ്മൾക്ക് ധൈര്യം തന്നത് ബഹുമാനപ്പെട്ട ടൈറ്റസ് അച്ഛനാണ്. ഓരോ അവസരത്തിലും ഞാൻ പോലും പുറകോട്ട് പോയ അവസരങ്ങളിൽ, ഞങ്ങൾ ഭാരവാഹികൾ പോലും പുറകോട്ട് പോയ അവസരങ്ങളിലൊക്കെ അച്ഛനാണ് ധൈര്യം തന്ന് മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഇത്തരം പരിപാടികൾ ഇവിടെ നന്നായി നടന്നു പോകുന്നത്. ഈ കോവിഡിൻ്റെ കാലത്തും പ്രാർത്ഥനകൾ നടന്നു, ഓൺലൈനായി നടന്നു, പരിമിതമായ സൗകര്യങ്ങളിൽ പള്ളിയിൽ വരുത്തി നടത്തി. അങ്ങനെയുള്ള COVID-19 പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി കൊണ്ടുപോകുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ഇടവകയുടെ കാര്യങ്ങളിൽ ഒന്നും തന്നെ മുടക്കം വരാതെ എല്ലാം ഭംഗിയായി കൊണ്ടുപോകുവാനും അച്ഛൻ ധീരമായ നേതൃത്വം നൽകുന്നു. ഇന്ന് ഈ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ടൈറ്റസ് അച്ഛന് ഇടവകയുടെ നാമത്തിൽ ഈ ഇടവകയുടെ പേരിലുള്ള അകൈതവുമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് നമ്മളുടെ ഈ പ്രോഗ്രാമിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട ഫിലേമൻ കോശി അച്ഛനാണ്. അച്ഛൻ സെൻറ് തോമസ് സ്കൂളിലെ ചാപ്ലിനാണെന്ന് തുടക്കത്തിലേ പറഞ്ഞു. ബഹുമാനപ്പെട്ട അച്ഛനെ ലഭിച്ചത് ഒരു ഭാഗ്യമായി നമ്മൾ കരുതുന്നു. അച്ഛനിലൂടെ നല്ല ദൂതുകൾ നമുക്ക് ലഭിക്കുവാനിടയായി. ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് വേണ്ടതായ, അല്ലെങ്കിൽ അച്ഛനിലൂടെ നമുക്ക് ലഭിച്ചതായ ഒരു ആഹ്വാനം എന്ന് പറയുന്നത് ബി ലൈക്ക് ക്രൈസ്റ്റ്. അച്ഛൻ തന്ന ഒരു ചലഞ്ചാണത്. അച്ഛൻ പറഞ്ഞു, അടുത്ത ക്രിസ്മസ് ഈ ഒരു വർഷക്കാലം ഒരു ചലഞ്ച് തരികയാണെന്നാണ് പറഞ്ഞത്. പല ചലഞ്ചുകളെക്കുറിച്ചും പറഞ്ഞു. അച്ഛൻ പറഞ്ഞത് ഒരു ക്രിസ്തുവിനെ പോലെ ആവുക, ആ ഒരു ചലഞ്ച് നാം ഏറ്റെടുക്കണം എന്ന് അച്ഛൻ പറഞ്ഞത് അങ്ങേയറ്റം ഒരു 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 നല്ല മെസ്സേജായി ഞങ്ങൾ കരുതുന്നു. മാത്രമല്ല അച്ഛൻ പറഞ്ഞു, തൊട്ടിൽ തൊട്ട് ക്രൂശ് വരെയുള്ള ചിന്ത നമ്മളെ ഭരിക്കണം. ക്രിസ്മസിൻ്റെ ആ ഒരു ആഘോഷം, അല്ലെങ്കിൽ ആ ഒരു ആഘോഷത്തിൽ പോകാതെ അത് ക്രൂശ് വരെ എത്തണം എന്നുള്ള അച്ഛൻ്റെ ആഹ്വാനവും
ഏറ്റവും വിലമതിക്കാവുന്നതാണ്. സാന്ദർഭികമായി അച്ഛൻ പറഞ്ഞ ഒരു കാര്യം എൻ്റെ മനസ്സിലുള്ളൊരു ചിന്തയായിരുന്നു. അതായത് ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ സാന്താക്ലോസും ക്രിസ്മസ് ട്രീയുമാണ് എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്നതും അത് അപഹരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ട്. അന്നൊക്കെ ഞാൻ പലരോടും ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതല്ലല്ലോ ക്രിസ്മസ്, ഒരു സാന്താക്ലോസ് അല്ലല്ലോ ക്രിസ്മസ്. അത് അച്ഛൻ ഷെയർ ചെയ്തു, അച്ഛനത് പറഞ്ഞു. സാന്ദർഭികമായാണെങ്കിൽ അച്ഛൻ പറഞ്ഞ സന്തോഷം അറിയിക്കുന്നു. ഇന്ന് ഇവിടെ വരികയും ക്ഷണം സ്വീകരിച്ചെത്തുകയും ഒരു നല്ല മെസ്സേജ് തന്ന് നമുക്ക് തന്ന പ്രിയപ്പെട്ട അച്ഛനോടുള്ള നന്ദി ഇടവകയുടെ പേരിൽ അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ജിജോ വർഗീസ് അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഓൺലൈൻ എന്നുള്ള വാക്കാണ്. ഇപ്പോൾ എല്ലാവരും വെർച്വൽ എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ നല്ല ഓൺലൈൻ എന്ന് പറയുന്നതായിരിക്കും. വെർച്വൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തലയിലോട്ട് കയറത്ത് എനിക്ക് കയറുന്നില്ല, പ്രായമായോണ്ടായിരിക്കും. ഓൺലൈൻ ആണ് അച്ഛൻ്റെ വാക്ക് കേൾക്കുമ്പോൾ, അച്ഛൻ്റെ പേര് കേൾക്കുമ്പോൾ ഓർക്കുന്നത്. കാരണം ഈ മഹാമാരിയുടെ കാലത്ത് എല്ലാവർക്കും ഇത് ശുശ്രൂഷയുടെ ഭാഗമാകുവാൻ കഴിഞ്ഞത് അച്ഛൻ്റെ ആ ഒരു വിജ്ഞാനം, IT മേഖലയിലുള്ള വിജ്ഞാനം. അച്ഛൻ ഒരിക്കൽ പറഞ്ഞു, എനിക്ക് അത്ര വലിയ വിജ്ഞാനമൊന്നുമില്ല, ഞാൻ പഠിച്ചെടുത്താണെന്ന് പറഞ്ഞു. എനിവേ അച്ഛൻ അതിൽ ആർജിച്ച ആ ഒരു കഴിവ് ഇടവക ജനങ്ങൾക്ക് അതൊരു ഉപകാരമായി. വൈസ് പ്രസിഡൻറ്റ് സ്വാഗതത്തിൽ പറഞ്ഞു കോവിഡ് വന്നത് നന്നായെന്ന്. കാരണം ജിജോ വർഗീസ് അച്ഛൻ്റെ സേവനം ഇവിടെ പൂർണ്ണമായി കിട്ടി പറഞ്ഞു. ഈ ഓൺലൈൻ സംപ്രേഷണം അല്ലെ ഓൺലൈനിലൂടെ ആരാധനയെ പങ്കെടുക്കുവാനും പള്ളിയുടെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുവാനും അച്ഛനാണ് ഏറ്റവും അധികം മുന്നിട്ട് നിൽക്കുന്നതും. അച്ഛൻ അത് നന്നായി നയിക്കുന്നു. ഏതാണ്ട് ഈ ക്രിസ്മസ് കരോളിൻ്റെ കാര്യത്തിലും അച്ഛൻ വളരെയധികം അക്ഷീണമായി പ്രയത്നിച്ചു. ഏതാണ്ട് അച്ഛൻ ഈ പള്ളിയിൽ കിടന്നാണ് പല ദിവസവും ഉറങ്ങിയത്. ഞാനത് പിന്നീട് അറിയുന്നത്. അപ്പോൾ ചില തമാശകളൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അതിപ്പോൾ പറയുന്നില്ല. എന്തു തന്നെയായാലും അച്ഛൻ്റെ സേവനം അങ്ങേയറ്റം വിലമതിക്കത്തക്കതാണ്. അതുപോലെ അച്ഛനോട് കൂടെയുള്ള ഒരു ടീമുണ്ട്. അവരെ കൂടെ ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ മറന്നുപോകും. ഈ വിർച്വൽ പരിപാടികളിൽ, ഓൺലൈൻ പരിപാടികളിൽ, ഈ ക്രിസ്മസ് കരോളായാലും എല്ലാമായാലും ഇതിന് മുഴുവൻ അച്ഛനോടൊപ്പം സഹകരിക്കുന്ന ഒരു ടീം മെമ്പേഴ്സ് എന്ന് പറയുന്നത് പ്രിയപ്പെട്ട അമലുണ്ട്, അലൻ രാജേഷുണ്ട്, ഡാനിയുണ്ട്, കെവിനുണ്ട്, ബിബിനുണ്ട്, ജോയലുണ്ട്. ഇവരെല്ലാവരും വിവിധ മേഖലകളിലാണ്. ഓഡിയോയിലുള്ളവരുണ്ട്, വീഡിയോയിലുള്ളവരുണ്ട്, മൈക്ക് സിസ്റ്റത്തിലുള്ളവരുണ്ട്. ഇവർക്കെല്ലാം പ്രിയപ്പെട്ട അച്ഛനോടൊപ്പം ഇവർക്കെല്ലാവർക്കും ഇടവകയുടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ കൊയറിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് കൊയർ മാസ്റ്റർ ഈപ്പൻ തോമസ് സാറാണ്. ഈപ്പൻ തോമസ് സാറിൻ്റെ ഒരു ശിക്ഷണം, നന്നായ നേതൃത്വം ഈ കൊയറിനെ അങ്ങേയറ്റം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇന്നത്തെ ഇവിടെ കാണുന്ന ഈ പാട്ടുകളൊക്കെ തന്നെ അവർ പാടി കൊടുക്കുന്നതിനും അവതരിപ്പിക്കുന്നതിനും അതൊക്കെ നോക്കുന്നതിനും ഒക്കെ ഈപ്പൻ സാർ കാണിച്ച ഒരു പ്രത്യേക അല്ലാത്ത ഒരു താല്പര്യം കൊയർ മാസ്റ്റർ എന്നുള്ള നിലയിൽ ഈപ്പൻ സാർ കാണിച്ച പ്രത്യേകം ഓർക്കുന്നു. ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിൽ സാറ് അവസാനത്തെ പ്രാർത്ഥനയും നടത്തുന്നുണ്ട്. പ്രിയപ്പെട്ട ഈപ്പൻ സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. സ്വാഗതം ആശംസിച്ച വൈസ് പ്രസിഡന്റ് ചാക്കോ സാർ, അതുപോലെ ബൈബിൾ 1-ാം പാഠം വായിച്ച പ്രിയപ്പെട്ട നിധിൻ റജി, 2-ാം പാഠം വായിച്ച ശ്രീമതി സുജ തോമസ് എന്നിവരോടുള്ള നന്ദി അറിയിക്കുന്നു. കൊയർ, ജൂനിയർ കൊയറുണ്ട്, ഇതിൽ സീനിയർ കൊയറുണ്ട്, യുവജന സഖ്യാംഗങ്ങളുമുണ്ട്. എല്ലാവരും ചേർന്ന കൊയറിൻ്റെ പരിപാടികൾ ഇവിടെ നമ്മൾ വീക്ഷിക്കുകയുണ്ടായി. എബി എബ്രഹാം സൈറസ് സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ നന്നായി പഠിപ്പിക്കുന്നു. എല്ലാവരും ഈ കൊയറിലുള്ള എല്ലാ അംഗങ്ങൾക്കും, ആരുടെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും ഇടവകയുടെ നാമത്തിലുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഇവിടെ ഈ പ്രോഗ്രാം കോമ്പയർ ചെയ്യുന്നതിന് അതിൻ്റെ ടീമിലുണ്ടായിരുന്ന റീനയുണ്ട്, നേഹയുണ്ട്, റേച്ചലുണ്ട്. ഈ 3 പേരോടും ഇടവകയുടെ നന്ദി അറിയിക്കുന്നു. ഇതിൻ്റെ എല്ലാ നടത്തിപ്പിലും ഇടവകയുടെ ഭാരവാഹികളുടെ പങ്ക് വലുതാണ്. ഇതിൻ്റെ ക്രൈസ്താനി സമിതിയുടെ തീരുമാനമെടുത്തു. അച്ഛൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ആ ഒരു പരിമിതമായ സാഹചര്യം, ഒരു COVID-19 അല്പം ഒന്ന് ഇളവ് കിട്ടിയപ്പോൾ ക്രൈസ്താനി സമിതി കൂടാൻ അവസരം കണ്ടെത്തി. ക്രൈസ്താനി സമിതിയിൽ കൂടി ഇതിൻ്റെ തീരുമാനം എടുത്തുകൊണ്ടാണ് ഈ ക്രിസ്മസ് കരോൾ നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഇതിനെ പിന്തുണയ്ക്കുന്ന ക്രൈസ്താനി സമിതി അംഗങ്ങൾ
ഇടവകയുടെ ചുമതലക്കാർ എല്ലാവരോടും ഇടവകയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇടവക ട്രസ്റ്റി പ്രിയപ്പെട്ട റെജി നന്നായി നേതൃത്വം കൊടുക്കുന്നു, ഏത് കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും നമ്മളുടെ ജോയിയെ ലഭ്യമാണ്, ജോയിയും ഇതിനോടുകൂടെ സഹകരിക്കുന്നു. അവരോടെല്ലാവരോടുമുള്ള എൻ്റെ ഇടവകയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഏതാണ്ട് ഞാൻ എല്ലാവർക്കും നന്ദി പറഞ്ഞു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ആർക്കെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമല്ല, ഓർമ്മയിൽ നിന്ന് പോയതാണെന്ന് ഓർക്കുക. എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാം നന്നാക്കിയ എല്ലാവരെയും ഇടവകയുടെ പേരിൽ അഭിനന്ദിക്കുകയും അവരോടുള്ള നന്ദി അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. Silent Night, a song that touches people from all nations and cultures, composed by Franz Xaver Gruber, expression of the deepest reflection and spiritual longing for peace. Now, let's all join the choir in singing the song. Silent night.
Next, I would like to invite the choir master of Ebenezer Marthama Church, Perurkada, Mr. P. Epen Thomas, to lead us in prayer. It will be followed by the benediction led by Reverend C.K. Titus. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾക്ക് ദാനം ചെയ്ത മനോഹരമായ സന്ധ്യയ്ക്ക് വേണ്ടി നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ മഹാമാരിയുടെ ഭീതി ആ സമയത്ത് പോലും അതിനെ അതിജീവിക്കുവാനും നിനക്ക് വേണ്ടി പാട്ടുകൾ പാടുവാനും തയ്യാറാക്കുവാനും ഒക്കെ നീ ഞങ്ങളെ ഈ ദിവസങ്ങളിലെല്ലാം സഹായിച്ചു. കഴിഞ്ഞ 3 മാസത്തെ പ്രയത്നത്തിൽ നീ ഞങ്ങളോടുകൂടി അനുദിനമുണ്ടായിരുന്നു കർത്താവേ. ദൈവമേ, ഞങ്ങൾ പാടുന്ന ഓരോ പാട്ടും ഞങ്ങളെ നിന്റെ അടുക്കിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാനും ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ ക്രിസ്തുവിനെ പോലെ ആകത്തക്കവണ്ണം ജീവിപ്പാനും നീ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, ഇടവയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ നയിക്കുന്ന പ്രിയപ്പെട്ട പട്ടക്കാർക്ക് വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഇടവജനങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഒരുമിച്ച് നിന്നെ സ്തുതിപ്പാനും ഒരുമിച്ച് നിൻ്റെ അടുക്കിലേക്ക് വന്ന് നിൻ്റെ പാദപീഠത്തിൽ വരുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഒരിക്കൽ കൂടി ഇന്ന് ഈ സായനത്തിൽ ഇത്ര മനോഹരമായിട്ട് ഇത് പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ച് നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ അനുഗ്രഹം ഞങ്ങളോട് കൂടിയിരുന്ന് ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ. ഈ ക്രിസ്മസ് കാലം കഴിഞ്ഞ് ഈ ഭീതി ഒഴിവാകുമ്പോഴും വീണ്ടും തിരിച്ചു വന്ന് നിന്നെ സ്തുതിപ്പാനും ഞങ്ങൾക്ക് അവസരം തരണം. എല്ലാം യേശുമിശിഹായുടെ നാമത്തിൽ താഴ്മയായി അപേക്ഷിച്ചു കൊള്ളുന്നു. ആമേൻ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപാപിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ സംസർഗം, സഹവാസം നാം എല്ലാവരോടും നിരന്തരം ഉണ്ടായിരിക്കുകയും ക്രിസ്മസിൻ്റെ സന്തോഷത്തിലും ക്രിസ്മസ് ജീവിതാനുഭവമാക്കി തീർത്തുകൊണ്ടും നമ്മുടെ ജീവിതം തുടരുവാൻ നമ്മെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.